നമസ്കാരം. ഇന്ന് സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ത്യ മുന്നണിയുടെ പ്രതീക്ഷകൾക്ക് കനത്ത ആഘാതം ഏൽപ്പിച്ച് നിതീഷ് മറുകണ്ഠം ചാടിയതോടെ ദേശീയ രാഷ്ട്രീയം വല്ലാതെ ചൂടുപിടിച്ചിരിക്കുകയാണ്. ബംഗാളിൽ നിന്നും ഇന്ത്യ മുന്നണിക്ക് പ്രതീക്ഷ നൽകുന്ന വാർത്തകൾ ഉണ്ടാകുന്നേയില്ല. സീറ്റ് വിഭജനത്തിൽ വിട്ടുവീഴ്ച വേണം എന്ന കാര്യത്തിൽ കോൺഗ്രസിന് അല്പം വഴങ്ങേണ്ടി വരുമോ എന്ന ചോദ്യവും ഉയരുകയാണ്. വിശ്വാസവഞ്ചന കാണിച്ച് നിതീഷ് അധികാരത്തിലേറിയെങ്കിലും പ്രതീക്ഷ കൈവിടാതെ ഇന്ത്യ മുന്നണി അവരെ കൊണ്ട് ആകും വിധമൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുകയുമാണ്. രാഹുലിന്റെ യാത്ര ബീഹാറിൽ പര്യടനം തുടരുന്നതിനിടെ തന്നെ നിതീഷ് വിരുദ്ധരെ പാളയത്തിലെത്തിക്കാനാണ് നീക്കം. സംസ്ഥാന രാഷ്ട്രീയത്തെ ചൂടുപിടിപ്പിച്ച് സഭാ സമ്മേളനം തുടരുന്നു. ക്ഷേമ പെൻഷൻ മുടങ്ങിയതിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി കൊടുക്കാത്തതിൽ പ്രതിഷേധിച്ച് ഇന്നത്തെ നടപടികൾ ബഹിഷ്കരിച്ച് പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. അങ്ങനെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലൂടെ സമഗ്രമായ അവലോകനവുമായി ഇന്ന് സംഭവിച്ചത് തുടങ്ങുന്നു. സ്വാഗതം പ്രേക്ഷകർക്ക്. രാഷ്ട്രീയ അട്ടിമറി നടന്ന ബീഹാറിൽ ചടുല നീക്കങ്ങൾ. ഭൂരിപക്ഷം തെളിയിക്കും വരെ കാത്തിരുന്ന് കാണാമെന്ന RJDയുടെ വെല്ലുവിളിക്ക് പിന്നാലെ സ്പീക്കറെ മാറ്റാൻ BJP അംഗങ്ങൾ അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകി. നിതീഷ് വിരുദ്ധരെ പാളയത്തിലെത്തിക്കാനാണ് ഇന്ത്യ സഖ്യത്തിന്റെ നീക്കം. നിതീഷിന്റെ മടക്കം നൽകിയ ആത്മവിശ്വാസത്തിൽ കൂടുതൽ പേരെ ഒപ്പം ചേർക്കാൻ BJPയും നീക്കം തുടങ്ങി. നിതീഷ് കുമാറിന്റെ NDA പ്രവേശനത്തിന് പിന്നാലെ രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്ര ബീഹാറിലെത്തി. ഇന്നും നാളെയും യാത്ര ബീഹാറിൽ പര്യടനം നടത്തും. JDU ഒഴികെയുള്ള ഇന്ത്യ മുന്നണി നേതാക്കൾ യാത്രയിലെത്തും എന്നാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ. അതിനിടെ ബംഗാളിലെ മാൾഡ ഗസ്റ്റ് ഹൌസിൽ രാഹുൽ ഗാന്ധിക്ക് അനുമതി നിഷേധിച്ചു. ജില്ലാ കോൺഗ്രസ് നൽകിയ അപേക്ഷയാണ് തള്ളിയത്. മുഖ്യമന്ത്രി മമതാ ബാനർജിയും അന്നേ ദിവസം എത്തുന്നു എന്നാണ് വിശദീകരണം. പട്നയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകാനുണ്ട്. അതോടൊപ്പം തന്നെ ഭാരത് ജോഡോ ന്യായ് യാത്രയുടെ പര്യടനം സംബന്ധിച്ച് ഇപ്പോൾ നേരിടുന്ന പ്രതിബന്ധങ്ങൾ എന്താണ് എന്നതിന്റെ വിവരങ്ങളുമായി അച്യുതനും നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അച്യുതൻ, നമുക്ക് ബീഹാർ രാഷ്ട്രീയമാകെ സങ്കീർണമായിരിക്കുന്നു. അവിടെ കാര്യങ്ങൾ കുഴഞ്ഞു മറിഞ്ഞിരിക്കുന്നു. നിതീഷിന്റെ NDAയിലേക്കുള്ള മടങ്ങിപ്പോക്കുണ്ടാക്കിയിരിക്കുന്ന അവ്യക്തതകളും അനിശ്ചിതത്വവും അവിടെ തുടരുന്നുണ്ട്. ഇതിനെല്ലാം ഇടയിലാണല്ലോ ഭാരത് ജോഡോ യാത്രയുടെ പര്യടനം. അത് ഈ പുതിയ സംഭവ വികാസങ്ങൾ എങ്ങനെയാണ് രാഹുലിന്റെ യാത്രയെ ബാധിച്ചിരിക്കുന്നത്? ഗോപികൃഷ്ണൻ, പൊതുവെ ഈ യാത്ര പ്രത്യേകിച്ച് വടക്കുകിഴക്കൻ മണ്ണിൽ നിന്ന് ആരംഭിക്കുമ്പോൾ തന്നെ ഒരു ഐക്യ സന്ദേശം മുന്നോട്ട് വയ്ക്കുകയാണ് ഈ രാഹുൽ ഗാന്ധി ഇതിലൂടെ ഉദ്ദേശിച്ചിരുന്നത്. അങ്ങനെ ഭാരത് ജോഡോ ന്യായ് യാത്ര ഏതാണ്ട് ഈ ബീഹാറിലേക്ക് അടുക്കുന്ന സമയം നിതീഷ് കുമാറിനും തേജസ്വി യാദവിനും ക്ഷണം നൽകിയിരുന്നു. എന്നാൽ ഇവർ രണ്ടുപേരും പങ്കെടുക്കുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഇന്ന് നിതീഷ് കുമാർ ഈ ഇന്ത്യ സഖ്യത്തിനൊപ്പം ഇല്ല എന്നുള്ളതാണ് കാര്യം. അദ്ദേഹം NDA പാളയത്തിലേക്ക് കടന്നു. അങ്ങനെ ഈ ഐക്യ സന്ദേശം മുന്നോട്ട് നൽകുവാനുള്ള ഒന്നാമത്തെ ദൗത്യം അവിടെ പരാജയപ്പെട്ടു. പൂർണ്ണമായിട്ടും ഇന്ത്യ സഖ്യത്തിൽ നിന്നും നിതീഷ് കുമാർ NDAയിലേക്ക് പ്രവേശിച്ചു. അതിനുശേഷമാണ് എല്ലാവരും ഈ ബംഗാളിലേക്ക് ഉറ്റുനോക്കിയത്. പലതരത്തിൽ സംസ്ഥാന ഘടകങ്ങൾ തൃണമൂലും അതുപോലെ കോൺഗ്രസിന്റെ സംസ്ഥാന ഘടകവും തമ്മിൽ നേർക്കുനേർ പോരുണ്ടായിരുന്നെങ്കിൽ കൂടിയും ഈ റാലിയിൽ മമതയെ പങ്കെടുപ്പിക്കുവാനുള്ള എല്ലാ ശ്രമങ്ങളും ദേശീയ നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി. അതിൽ പ്രത്യേകിച്ച് മല്ലികാർജ്ജുന ഖാർഗെ നേരിട്ടാണ് മമതാ ബാനർജിയുമായി ഇത് സംബന്ധിച്ച് ആശയവിനിമയം നടത്തിയത്. എന്നാൽ മമത ആദ്യമേ ഇടഞ്ഞു നിൽക്കുന്ന സാഹചര്യമാണ്. കാരണം ഈ അധിർ രഞ്ജൻ ചൗധരിയുടെ തുടർച്ചയായുള്ള വിമർശനങ്ങൾ, ആ വിമർശനങ്ങളിൽ അതൃപ്തി മമത പലതവണ അറിയിച്ചതാണ്. എന്തായാലും സീറ്റ് വിഭജനം അടക്കം വഴിമുട്ടി നിൽക്കുന്ന അവസ്ഥ കൂടിയാണ്. അങ്ങനെ മമതാ ബാനർജി പങ്കെടുക്കില്ല എന്നുള്ളത് മമത അറിയിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ സങ്കീർണമായ അവസ്ഥയിൽ ആണ് ഇപ്പോൾ പലതരത്തിൽ ഇത് മാറി മറിയുന്നത്. ഇന്ന് യാത്ര ബീഹാറിലാണ് പര്യടനം നടത്തുന്നത്. നാളെ കൂടി ബീഹാറിൽ പര്യടനം നടത്തും. പല റാലികൾ, പ്രത്യേകിച്ച് ഈ തിരിച്ചടി ലഭിച്ച സാഹചര്യത്തിൽ പല റാലികൾ കോൺഗ്രസ് സംഘടിപ്പിക്കുന്നുണ്ട് ബീഹാറിൽ. അതിനുശേഷമാണ് ബംഗാളിലേക്കുള്ള യാത്രയുടെ വീണ്ടും ഒരു തിരിച്ചുവരവ്. അവിടേക്ക് വരുമ്പോൾ അതായത് ഈ ഉച്ചഭക്ഷണം സംബന്ധിച്ചുള്ള ഗസ്റ്റ് ഹൗസിന് അത് നേരത്തെ കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റി അനുമതി തേടിയിരുന്നു. എന്നാൽ മാൾഡയിലെ ആ ഗസ്റ്റ് ഹൗസിലുള്ള അനുമതി ഇപ്പോൾ നിഷേധിച്ചിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. അതായത് മമതയുടെ മറ്റ് പരിപാടികൾ നടക്കുന്നതിനാൽ ചൂണ്ടിക്കാട്ടിയിട്ടാണ് ഇപ്പോൾ ഈ അനുമതി നിഷേധിച്ചിരിക്കുന്നത്. അങ്ങനെ ആകെ മൊത്തത്തിൽ ഈ ഐക്യ സന്ദേശം എന്നുള്ളത് പലയിടങ്ങളിലും പാളുന്ന അവസ്ഥയാണ് കോൺഗ്രസ്. അച്യുതൻ, അതായത് ഒരു ഐക്യ സന്ദേശത്തിനു വേണ്ടി ഐക്യ സന്ദേശവുമായി രാഹുൽ ഗാന്ധി യാത്ര നടത്തുന്നു. ഇന്ത്യ സഖ്യത്തിന്റെ കെട്ടുറപ്പ് അപകടപ്പെട്ടിരിക്കുന്നു. അവിടെ അതിനെ പിടിച്ചു നിർത്താൻ പറ്റുന്ന തരത്തിൽ ഒന്നും രാഹുൽ ഗാന്ധിക്ക് ചെയ്യാൻ കഴിയുന്നില്ല എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അതോ മറ്റേതെങ്കിലും നിലയ്ക്ക് ഏതെങ്കിലും തലത്തിൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയുള്ള കൂടിയാലോചനകളോ ചർച്ചകളോ നടക്കുന്നുണ്ടോ?
ഗോപികൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ. അതായത് രാഹുൽ ഗാന്ധി ഈ പശ്ചിമ ബംഗാളിൽ യാത്ര നടത്തുന്ന സമയം പശ്ചിമ ബംഗാളിനെ വിശേഷിപ്പിച്ചത് മറ്റു സംസ്ഥാനങ്ങളെ പോലെയല്ല, വേറിട്ട ഒരു സംസ്കാരമുള്ള ഒരു സംസ്ഥാനമാണ്. അങ്ങനെ ആ സംസ്ഥാനത്തെ വാനോളം പുകഴ്ത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. അത് ഈ മമത ഇടഞ്ഞു നിന്ന സാഹചര്യത്തിൽ തന്നെയാണ് അത്തരം നീക്കങ്ങൾ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. എന്നാൽ ഇന്ന് കാര്യങ്ങൾ കുറച്ചുകൂടി മാറുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. പൊതുവെ കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ജയറാം രമേശ് തന്നെ വിമർശനവുമായി രംഗത്ത് വരികയാണ്. അതായത് ഈ സിലിഗുഡിയിലടക്കം പോസ്റ്ററുകൾ തൃണമൂൽ കോൺഗ്രസ് നശിപ്പിച്ചു, മമത ഈ റാലിയെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്ന് പേരെടുത്ത് ഉയർത്തി തന്നെയാണ് ജയറാം രമേശ് വിമർശനം ഉന്നയിച്ചിട്ടുള്ളത്. അങ്ങനെ ആ സാധ്യതകൾ പരാജയപ്പെട്ടതോടുകൂടി വിമർശനവുമായി കോൺഗ്രസ് നേതാക്കൾ, അത് ദേശീയ നേതാക്കൾ തന്നെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ അടുത്തിട്ടുണ്ട്. ഇത് പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത് തെറ്റായ ഒരു സന്ദേശമായിരിക്കും ഉണ്ടാക്കുക. കാരണം നിതീഷ് കുമാർ ഈ ഇന്ത്യ സഖ്യം വിട്ടതും മഹാസഖ്യത്തെ പിളർന്ന് അദ്ദേഹം NDA പാളയത്തിൽ പോയത് തന്നെ വലിയ തിരിച്ചടികൾ ഇന്ത്യ സഖ്യത്തിന് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഈ ഇന്ത്യ സഖ്യ രൂപീകരണത്തിനടക്കം മുന്നിൽ നിന്ന് നയിച്ച നിതീഷ് കുമാറാണ് ഇന്ന് NDA പാളയത്തിനകത്തുള്ളത്. അങ്ങനെ അത് വലിയ വെല്ലുവിളികൾ ഉയർത്തിയിട്ടുണ്ട്. ആ യാത്ര പശ്ചിമ ബംഗാളിലേക്ക് കടന്ന് ഇനി വീണ്ടും ബംഗാളിലേക്ക് തിരിച്ചു വരുമ്പോൾ അവിടെ മമതയുടെ സാന്നിധ്യം ഉറപ്പാക്കുവാൻ കോൺഗ്രസിന് കഴിയുന്നില്ല. യാതൊരു അനുനയ ശ്രമങ്ങളും നടക്കുന്നില്ല. സീറ്റ് വിഭജനമടക്കം ചർച്ചകൾ പ്രതിസന്ധിയിലാണ് നേരിടുന്നത്. ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് മമത തീർപ്പ് കൽപ്പിച്ച ഒരു സ്ഥിതിയാണ് പശ്ചിമ ബംഗാളിലുള്ളത്. അങ്ങനെ പ്രതിസന്ധികൾ ഒട്ടനവധിയാണ് കോൺഗ്രസിനും ഇന്ത്യ സഖ്യത്തിനും മുമ്പിലുള്ളത്. അത് എത്രത്തോളം പരിഹരിക്കാനാകുമെന്നുള്ളതാണ് ഇനി മുൻപിലുള്ള ഏക പ്രതിസന്ധി. അത് പരിഹരിക്കാനായില്ലെങ്കിൽ ഈ ഇന്ത്യ സഖ്യം വിചാരിച്ചതുപോലുള്ള ഒരു ഫലം അത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയില്ല. പൂർണ്ണമായും അത് BJP. ശരി അച്യുതൻ, ഏതായാലും ബീഹാർ രാഷ്ട്രീയം കുറെ കൂടി സങ്കീർണമാകുന്നു. അവിടെ കാര്യങ്ങൾ കലങ്ങി മറിയുകയാണ്. ബീഹാർ രാഷ്ട്രീയം എങ്ങോട്ടാണ് പോകുന്നത്? ബൽറാം നെടുങ്ങാടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് പട്നയിൽ നിന്ന്. ബൽറാം, നിതീഷ് കുമാറിന്റെ ചുവടുമാറ്റം, നിതീഷ് കുമാറിന്റെ കാലുമാറ്റം ബീഹാറിൽ എന്തൊക്കെ തരത്തിലുള്ള അനിശ്ചിതത്വങ്ങളാണ് സൃഷ്ടിച്ചിരിക്കുന്നത്? എങ്ങനെയാണ് ഇന്ത്യ സഖ്യത്തെ ഇത് ബാധിച്ചിരിക്കുന്നത്? ഇപ്പോൾ മറുതന്ത്രം പയറ്റാൻ വേണ്ടിയുള്ള ഒരുക്കത്തിലാണല്ലോ RJD. എന്തൊക്കെയാണ് പട്നയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ അന്തർനാടകങ്ങൾ? ഗോപികൃഷ്ണൻ, പട്നയിൽ NDA സർക്കാർ രൂപീകരണത്തിന് ശേഷം NDA തങ്ങളുടെ നീക്കങ്ങളുമായി മുന്നോട്ട് പോവുക തന്നെയാണ്. ആദ്യ ഘട്ടം എന്നുള്ള രീതിയിൽ തന്നെയാണ് സ്പീക്കർക്കെതിരായ അവിശ്വാസ നോട്ടീസ് നൽകിയിരിക്കുന്നത്. 10-ലേറെ അംഗങ്ങളാണ് സ്പീക്കർ ആവത് ബിഹാരി ചൌധരിക്കെതിരെ അവിശ്വാസം കൊണ്ടുവന്നിരിക്കുന്നത്. കാരണം തുടർ നീക്കങ്ങൾ, സഭയിൽ വിശ്വാസം തെളിയിക്കുന്ന അടക്കമുള്ള നടപടികൾക്ക് ഈ നിലവിലുള്ള RJD അംഗം സ്പീക്കർ സ്ഥാനത്ത് നിന്നും മാറേണ്ടത് NDAക്ക് ആവശ്യമാണ്. അതേസമയം അതൊരു അവസരമാക്കി പ്രയോജനപ്പെടുത്താം എന്ന കണക്കുകൂട്ടൽ RJDക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് സഭയിലേക്ക് എത്തുമ്പോൾ കാണാം എന്നുള്ള ഒരു വെല്ലുവിളി RJD കേന്ദ്രങ്ങൾ നടത്തുന്നതും. എന്തായാലും നിലവിലെ സാഹചര്യം അനുസരിച്ച് എല്ലാ പാർട്ടികളുടെ വിശദീകരിക്കുന്നതും അനുസരിച്ച് NDA സർക്കാരിന് കൃത്യമായി തന്നെ ഭൂരിപക്ഷം സഭയിൽ ഉണ്ടാകും, തെളിയിക്കാൻ കഴിയും എന്ന് ഉറപ്പാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ള നീക്കങ്ങളിലേക്ക് രണ്ട് വിഭാഗവും കടന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അത് തന്നെ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പരമാവധി സീറ്റുകൾ എന്ന BJPയുടെ ലക്ഷ്യം, അതായത് 400 സീറ്റുകൾക്ക് മുകളിൽ എത്തണമെങ്കിൽ 40 സീറ്റുകളുള്ള ബീഹാറിൽ പരമാവധി സീറ്റുകൾ പിടിക്കുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം. അതിന് തന്നെയാണ് JDUവുമായി കാലങ്ങളായുള്ള വൈരം മറന്നുകൊണ്ട് ഒന്നിക്കാൻ തീരുമാനിച്ചതും. അതേസമയം JDU കോൺഗ്രസ് സഖ്യത്തെ സംബന്ധിച്ചിടത്തോളവും ഇതിന് തടയിടുക എന്നുള്ളതാണ്. അതിനായി കണക്ക് കൂട്ടുന്നത് ജാതി സമവാക്യങ്ങളെ കൃത്യമായി ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു സഖ്യ രൂപീകരണം എന്നുള്ളതാണ്. JDU വിട്ടുപോയെങ്കിൽ പോലും നിലവിലെ സാഹചര്യത്തിൽ ബീഹാറിലെ ഈ ജാതി സമവാക്യം, വോട്ട് സമവാക്യങ്ങൾ അനുസരിച്ച് യാദവ മുസ്ലിം വോട്ടുകൾ ചേർന്നാൽ 31% മുകളിൽ വരും. 40% മുകളിലേക്ക് ഇത്തരത്തിൽ ഒരു വോട്ട് തങ്ങൾക്ക് ഏകോപിപ്പിക്കാൻ കഴിയുകയാണെങ്കിൽ BJP JDU സഖ്യത്തെ പാടെ തകർത്ത് കളയാം എന്ന കണക്കുകൂട്ടൽ മഹാസഖ്യത്തിന് ഉണ്ട്, അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിന് ഉണ്ട്. അതിനാവശ്യമായ രീതിയിൽ മറ്റ് പ്രാദേശിക പാർട്ടികളെ, പ്രധാനമായി ഉപേന്ദ്ര കുശാവഹ, ഒപ്പം തന്നെ HAM, ജിതൻ റാം മഞ്ചിയുടെ HAM, VIP തുടങ്ങിയ പാർട്ടികളെ കൂടെ ചേർത്ത് ഈ വിഭാഗങ്ങൾ, അവർ പ്രതിനിധാനം ചെയ്യുന്ന വിഭാഗങ്ങളുടെ 4-3% വോട്ടുകൾ കൂടി ചേരുമ്പോൾ 40%ത്തിലേക്ക് എത്തിക്കാമെന്നും വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന കണക്കുകൂട്ടലുണ്ട്. അതിനായുള്ള ചർച്ചകൾ സജീവമായി തന്നെ പുരോഗമിക്കുന്നു. മാഞ്ചി കഴിഞ്ഞ ദിവസം അത്തരത്തിലുള്ള AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ സംസാരിച്ചെങ്കിലും
പ്രധാനമന്ത്രിയോടൊപ്പം ഉറച്ചു നിൽക്കും എന്ന് വ്യക്തമാക്കിയിരുന്നു. എങ്കിൽ പോലും ഇതിനായുള്ള ശ്രമങ്ങൾ തുടർന്നും നടത്താനും ആവശ്യമെങ്കിൽ മറ്റ് പുതിയ പാർട്ടികൾ, പ്രാദേശിക പാർട്ടികളെ ചേർത്ത് പിടിക്കാനുമുള്ള നീക്കത്തിലാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്കുള്ള ഒരുക്കങ്ങളിലേക്ക് രണ്ട് വിഭാഗവും കടന്നിരിക്കുന്നു എന്നുള്ളതാണ് ബീഹാറിലെ ചിത്രം. ഗോപികൃഷ്ണൻ. ശരി, ബൽറാം നെടുങ്ങാടി, അതോടൊപ്പം തന്നെ ആർ അച്യുതൻ എന്നിവരാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. ബീഹാറിൽ അടുത്ത മാസം 5-ന് നിശ്ചയിച്ചിരുന്ന ബജറ്റ് സമ്മേളനം മാറ്റിവെച്ചിരിക്കുന്നു. മന്ത്രിസഭാ വികസനം പൂർത്തിയായ ശേഷം ബജറ്റ് സമ്മേളനത്തിന്റെ തീയതി തീരുമാനിക്കും. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ 4-ന് അജണ്ടയ്ക്ക് അംഗീകാരം നൽകിയിട്ടുണ്ട്. മന്ത്രിസഭാ വികസനം ഈ ആഴ്ച തന്നെ ഉണ്ടാകും. ബീഹാറിന്റെ വികസനമാണ് NDA സർക്കാരിന്റെ ലക്ഷ്യമെന്ന് ഉപമുഖ്യമന്ത്രിയും BJP സംസ്ഥാന അധ്യക്ഷനുമായ സാമ്രാട്ട് ചൌധരി 24-നോട് പ്രതികരിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 40-ൽ 40 സീറ്റും വിജയിക്കുമെന്നും സാമ്രാട്ട് ചൌധരി പറഞ്ഞു. बिहार के विकास को आगे बढ़ाना। चलिए, और कैसे हैं? ठीक है, हट जाओ दोस्त, चलो चलो, एकदम 40 की 40 सीट जीतूंगा। നിതീഷ് കുമാറിന്റെ പിന്മാറ്റത്തോടെ ഇന്ത്യ മുന്നണിയിൽ പ്രതിസന്ധി രൂക്ഷമാവുകയാണ്. മുന്നണിയിൽ ചെയർമാനെ പ്രഖ്യാപിക്കുന്നതിനടക്കം തടസ്സം നിൽക്കുന്ന കോൺഗ്രസിനെതിരെ വിവിധ ഘടക കക്ഷികൾ രംഗത്തുണ്ട്. സീറ്റ് വിഭജനത്തിൽ കോൺഗ്രസ് വിട്ടുവീഴ്ച കാണിച്ചില്ലെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് നീക്കം. പുറമെ പ്രകടമായിട്ടില്ലെങ്കിലും നിതീഷ് കുമാറിന്റെ പിന്മാറ്റം ഇന്ത്യ മുന്നണിയിൽ വലിയ ആഭ്യന്തര ഭിന്നതകൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. ചെയർമാനെ പ്രഖ്യാപിക്കണമെന്ന ഘടകകക്ഷികളുടെ ആവശ്യത്തിന് തടസ്സം നിൽക്കുന്നത് കോൺഗ്രസാണ്. അഥവാ ചെയർമാൻ സ്ഥാനമുണ്ടായാൽ അത് കോൺഗ്രസിനെന്ന പരോക്ഷ സൂചനയുണ്ടായതോടെയാണ് നിതീഷ് പുറത്തുപോകുന്നത്. പുതിയ സാഹചര്യത്തിൽ NCP, SP അടക്കമുള്ള പാർട്ടികൾ ചെയർമാൻ പ്രഖ്യാപനം ഉടൻ വേണമെന്ന ആവശ്യമുയർത്തി രംഗത്തെത്തി. കോൺഗ്രസിന്റെ സമീപനം അംഗീകരിക്കാനാകില്ലെന്നാണ് ഇവരുടെ നിലപാട്. ഘടകകക്ഷികളെ കോൺഗ്രസ് വില കുറച്ചു കാട്ടുന്നുവെന്നും വിമർശനമുണ്ട്. ആം ആദ്മിയും കടുത്ത നിലപാടിലേക്ക് നീങ്ങുകയാണ്. എല്ലാ സംസ്ഥാനങ്ങളിലും ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് ആലോചന. ഹരിയാന, ഗോവ, ഗുജറാത്ത്, ഛത്തീസ്ഗഡ്, രാജസ്ഥാൻ, ഉത്തരാഖണ്ഡ് സംസ്ഥാനങ്ങളിൽ അവഗണിക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് ആം ആദ്മിയുടെ പരാതി. 24 ഡൽഹി. മറ്റു വാർത്തകളിലേക്ക്. ആലപ്പുഴ ചെങ്ങന്നൂരിൽ ബൈക്കിന്റെ പെട്രോൾ ടാങ്ക് പൊട്ടിത്തെറിച്ച് തീപിടിച്ചു. കാറും ബൈക്കും കൂട്ടിയിടിച്ചപ്പോഴാണ് ടാങ്ക് പൊട്ടിത്തെറിച്ചത്. പരിക്കേറ്റ ബൈക്ക് യാത്രക്കാരൻ ഉണ്ണികൃഷ്ണനെ കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. മനീഷ് മഹിപാൽ ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകാറുണ്ട്. മനീഷ്, ഈ അപകടം എങ്ങനെയാണ് ഉണ്ടായത്? ഇപ്പോൾ ഈ അവരുടെ ആരോഗ്യനില എങ്ങനെയാണ്? ചെങ്ങന്നൂരിലാണ് ഈ അപകടം ഉണ്ടായത്. പെട്രോൾ ടാങ്ക് പൊട്ടിത്തെറിച്ച് തീ പിടിക്കുകയായിരുന്നു. കാറും ബൈക്കും കൂട്ടിയിടിച്ചാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. പരിക്കേറ്റ ബൈക്ക് യാത്രക്കാരൻ ഉണ്ണികൃഷ്ണൻ ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുമാണ്. ആലപ്പുഴയിൽ നിന്ന് മനീഷ് മഹിപാൽ വിവരങ്ങൾ നൽകും. മനീഷ്, ഇതെങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത്? മനീഷ്, കേൾക്കാമോ? കേൾക്കാം. ഗോപികൃഷ്ണൻ, അപകടം ഉണ്ടായത് ഏകദേശം 1 മണിക്കൂർ മുമ്പാണ് ഈ അപകടം ഉണ്ടായത്. അപകടത്തെ തുടർന്ന് ബൈക്കും കാറും കൂട്ടിയിടിച്ച് ബൈക്കിന്റെ പെട്രോൾ ടാങ്ക് പൊട്ടിത്തെറിക്കുകയായിരുന്നു. പെട്രോൾ ടാങ്ക് പൊട്ടിത്തെറിച്ച് സമീപത്തെ തെങ്ങിന് വരെ തീ പിടിച്ചിട്ടുണ്ട്. ഈ അപകടം ഉണ്ടാകുന്നത് കൊല്ലം തേനി റോഡിൽ പെണ്ണൂക്കര കനാൽ ജംഗ്ഷന് സമീപമാണ്. ഇവിടെ വെച്ചാണ് ഇവിടെ വളമുണ്ട്. പെണ്ണൂക്കര കനാൽ ജംഗ്ഷനിൽ സമയത്ത് ചമ്മത്ത് മുക്കുന്ന ഒരു വളമുണ്ട്. അവിടെ വെച്ചാണ് മാവേലിക്കര ഭാഗത്ത് നിന്ന് വന്ന കാറും ഒപ്പം തന്നെ ബൈക്കും, പാഷൻ പ്രോ ബൈക്കാണ്, ഈ ബൈക്കും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. വളമുള്ള ഭാഗത്തായതുകൊണ്ട് ഈ ബൈക്ക് മറ്റൊരു വാഹനത്തെ മറികടന്ന് വരുന്ന സമയത്താണ് ഈ കാറുമായി കൂട്ടിയിടിച്ചത്. ഇടിയെ തുടർന്ന് ബൈക്കിന്റെ പെട്രോൾ ടാങ്ക് പൊട്ടിത്തെറിച്ചു, തീ പടരുകയായിരുന്നു. കാർ സമീപമുള്ള ഒരു മതിൽ ഇടിച്ചു നിൽക്കുകയായിരുന്നു. തീപിടുത്തത്തിൽ അടുത്ത് നിൽക്കുന്ന ഒരു തെങ്ങിനും ചെറുതായി തീ കത്തി അവിടെയും കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. ചെങ്ങന്നൂർ ഫയർഫോഴ്സ് സമയോചിതമായി അവിടെ എത്തിയത് കൊണ്ട് വലിയ അപകടം ഒഴിവായി. തീ അണച്ചിട്ടുണ്ട്. ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റുന്നു. ബൈക്ക് യാത്രക്കാരന് 52 വയസ്സുള്ള ഉണ്ണികൃഷ്ണന് പരിക്കേറ്റുന്നു. ആദ്യം ചെങ്ങന്നൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു. അവിടെ പ്രാഥമിക ചികിത്സ നൽകി. പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ചെങ്ങന്നൂർ ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത്. ഏകദേശം 1 മണിക്കൂർ മുൻപാണ് ഈ അപകടം ഉണ്ടായത്. ഗോപികൃഷ്ണൻ. ശരി, മനീഷ് മഹിപാലാണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. നിയമസഭ ബഹിഷ്കരിച്ച് പ്രതിപക്ഷം. ക്ഷേമ പെൻഷൻ മുടങ്ങുന്നുവെന്ന് ആരോപിച്ച് പ്രതിപക്ഷം നിയമസഭാ നടപടികൾ ബഹിഷ്കരിച്ചു. അടിയന്തര പ്രമേയമായി വിഷയം ഉന്നയിച്ച പ്രതിപക്ഷം സഭയുടെ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ച ശേഷമായിരുന്നു നടപടികൾ ബഹിഷ്കരിച്ചത്.
വളയത്ത് ജോസഫ് ആത്മഹത്യ ചെയ്തത് ക്ഷേമ പെൻഷൻ ലഭിക്കാത്തത് കൊണ്ടല്ലെന്ന് ധനമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. ക്ഷേമ പെൻഷൻ തുക ഉയർത്തുമെന്നും KN ബാലഗോപാൽ പറഞ്ഞു. ഈ വളയത്ത് ജോസഫ് ഒരു വർഷത്തിനിടയിൽ പെൻഷനും തൊഴിലുറപ്പ് കൂലിയുമായിട്ട് കൈപ്പറ്റിയത് 52,400 രൂപ ഈ ഒരു വർഷത്തിനിടയിൽ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. പോലീസിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് ഞാൻ ആത്മഹത്യ ചെയ്ത സ്ഥലത്തിന് സമീപത്തു നിന്നും ലഭിച്ച ഗുളിക ഇടുന്ന കവറിന് പുറത്ത് എഴുതിയിരുന്ന കുറിപ്പിന്റെ ആധികാരികത സംബന്ധിച്ച് അന്വേഷണം പ്രത്യേകം വരുന്നുണ്ടെന്നാണ്. സാർ ഇത്രയും വിവാദം ഉണ്ടാക്കിയ പത്രം സാർ ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്ത കാര്യത്തെ തെറ്റായിട്ട് കേരളത്തെയും ഇന്ത്യയിലാകെയും പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യമായിട്ട് ഞാൻ പറയുകയാണ് സാർ. എന്നിട്ട് സർക്കാരിനെ കടന്നാക്രമിച്ച പ്രതിപക്ഷം ജോസഫിന്റെ ആത്മഹത്യയിൽ ധനമന്ത്രിയുടെ വാദങ്ങൾ തള്ളി. എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് നിയമസഭയിൽ ധനമന്ത്രി സംസാരിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് ചോദിച്ചു. ധൂർത്തും ആർഭാടവുമാണ് സർക്കാരിന്റെ മുൻഗണനാ വിഷയങ്ങളെന്ന് VD സതീശൻ കുറ്റപ്പെടുത്തി. പ്രതിപക്ഷ നിരയിൽ PC വിഷ്ണുനാഥാണ് സഭയിൽ വിഷയം ഉന്നയിച്ചത്. നിങ്ങളുടെ പ്രയോറിറ്റി ലക്ഷക്കണക്കിന് വരുന്ന മരുന്ന് മേടിക്കാൻ പണമില്ലാത്ത, ഒരു നേരത്തെ ഭക്ഷണത്തിന് നിവർത്തിയില്ലാത്ത ഈ പാവങ്ങൾക്ക് പെൻഷൻ കൊടുക്കുന്നതായിരിക്കണം. അത് തയ്യാറാണോ? അതാകുമോ നിങ്ങളുടെ പ്രയോറിറ്റി? അതാകണം സാർ. ഇത് 50 ലക്ഷം പേര് ബാധിക്കുന്ന വിഷയമാണ്. 50 ലക്ഷം പേര് സാർ. ഒരു വിട്ടുവീഴ്ചയില്ല. നിങ്ങൾ കൊടുത്തേ മതിയാവൂ. ഫെബ്രുവരി മാസം ആദ്യത്തെ ആഴ്ച ഇത് കൊടുക്കും എന്ന് ഉറപ്പുവരുത്താൻ നിങ്ങൾ തയ്യാറുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നു. സാർ 50 രൂപ വേണം അദ്ദേഹത്തിന് മുതുകാട് കവലയിലേക്ക് പോകാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നും. ആ സാഹചര്യത്തിൽ ഈ കുടിശ്ശിക ലഭിക്കുന്ന പണം പോലും ജീവിത ചെലവിന് തികയില്ല. ആ കുടിശ്ശിക പൂർണ്ണമായും കിട്ടാത്ത സാഹചര്യത്തിൽ ജീവിതം വഴിമുട്ടിയപ്പോൾ അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്ന് മാത്രമല്ല, ഈ നോട്ടീസ് കൊടുത്തല്ല സാർ, അദ്ദേഹം മരിച്ചു കിടക്കുമ്പോൾ സമീപത്തുണ്ടായിരുന്ന ഒരു മരുന്നിന്റെ ബോക്സിന്റെ പുറത്ത് ഈ പണം ലഭിക്കാത്തത് കൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യുന്നു, ഇതിന് സർക്കാരാണ് ഉത്തരവാദി എന്ന് എഴുതി വെച്ചിട്ട് ആത്മഹത്യ ചെയ്താൽ ഈ ആത്മഹത്യക്ക് പിന്നെ സർക്കാരല്ലാതെ, കേരള സർക്കാരല്ലാതെ തമിഴ്നാട് സർക്കാർ പ്രതിയാകുമോ സർ? അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. അലക്സ്, ഈ ഏതാണ്ട് 5 മാസമായി ക്ഷേമ പെൻഷൻ വിതരണം മുടങ്ങിയിട്ട് കുടിശ്ശിക അവിടെ കിടക്കുകയാണ്. ക്ഷേമ പെൻഷൻ വിതരണം തടസ്സപ്പെട്ടതാണ് ഈ ആത്മഹത്യക്ക് പിന്നിൽ എന്നതായിരുന്നല്ലോ പ്രതിപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട ആരോപണം. ഭരണപക്ഷം എങ്ങനെയാണ് ഈ ആരോപണങ്ങളെ നേരിട്ടത്? എന്താണ് ധനമന്ത്രി സഭയിൽ വിശദീകരിച്ചത്? ഗോപി, ഇതിൽ പ്രധാനമായി ഈ 15ാം കേരള നിയമസഭയുടെ 10ാമത് സമ്മേളനം അത് എത്രത്തോളം പ്രക്ഷുബ്ധമായിരിക്കും, എന്തൊക്കെ വിഷയങ്ങൾ സഭയിൽ ഉയർത്തുമെന്നുള്ളതിൻ്റെ ട്രയൽ തന്നെയായിരുന്നു അക്ഷരാർത്ഥത്തിൽ ഇന്ന് നിയമസഭയിൽ നടന്നത്. സഭ തുടങ്ങിയത് തന്നെ മരുന്ന് സംഭരണത്തിലെ വിഷയം ഉന്നയിച്ചുകൊണ്ടാണ്. രൂക്ഷമായ വാദപ്രതിവാദമാണ് ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ നടന്നത്. അതിനുശേഷമാണ് ഈ അടിയന്തര പ്രമേയത്തിലേക്ക് എത്തുന്നത്. അടിയന്തര പ്രമേയം ഈ വിഷയമാണ് ഉന്നയിച്ചത്. ഈ ക്ഷേമ പെൻഷൻ കഴിഞ്ഞ 5 മാസമായി ക്ഷേമ പെൻഷൻ മുടങ്ങിയതിനെ തുടർന്ന് കോഴിക്കോട് ചക്കിട്ടപ്പാറ വളയം സ്വദേശിയായ ജോസഫ് ആത്മഹത്യ ചെയ്തത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നായിരുന്നു കുണ്ട്ര MLA ആയ PC വിഷ്ണുനാഥ് ആവശ്യപ്പെട്ടത്. അദ്ദേഹം പറഞ്ഞ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടിയുണ്ട്. സ്വാഭാവികമായി ക്ഷേമ പെൻഷന്റെ കാര്യം ഉന്നയിക്കുമ്പോൾ മുൻകാലങ്ങളിൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് വലിയ തോതിൽ ക്ഷേമ പെൻഷൻ കുടിശ്ശിക വരുത്തിയിരുന്നു. 18 മാസത്തോളമൊക്കെ കുടിശ്ശിക വരുത്തിയിരുന്നു തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞാണ് സർക്കാർ അതിനെ ന്യായീകരിക്കുന്നത്, അതിനെ പ്രതിരോധിക്കുന്നതെന്ന കാര്യം അദ്ദേഹം പറഞ്ഞു, PC വിഷ്ണുനാഥ് പറഞ്ഞു. പക്ഷേ അത് അങ്ങനെയല്ല. സഭാരേഖകൾ തന്നെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 3 മാസത്തെയോ അല്ലെങ്കിൽ 4 മാസത്തെയോ പെൻഷൻ കുടിശ്ശികയാണ് ആ ഘട്ടത്തിൽ നൽകാനുണ്ടായിരുന്നത്. ഇത് ഇത്തരത്തിൽ PR നറേറ്റീവാണ് ഇത്തരത്തിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് PC വിഷ്ണുനാഥ് ഇതിനെ വിമർശിച്ചത്. അതിൽ കൃത്യമായി തന്നെ പഴയ UDF സർക്കാരുകളെ സംരക്ഷിച്ചുകൊണ്ടുള്ള നിലപാട് PC വിഷ്ണുനാഥ് സ്വീകരിക്കുന്നു. പക്ഷേ അതെല്ലാം തള്ളിക്കൊണ്ടായിരുന്നു ധനമന്ത്രിയുടെ ഈ വിഷയത്തിലെ മറുപടി. അദ്ദേഹം പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു ആരോപണം ഭരണപക്ഷത്തിന് മേൽ ഉന്നയിക്കുന്നതെന്ന ചോദ്യമാണ് ധനമന്ത്രി KN ബാലഗോപാൽ ചോദിച്ചത്. അദ്ദേഹം പറയുന്നത് വളയത്ത് ജോസഫ് ക്ഷേമ പെൻഷൻ അതുപോലെ തൊഴിലുറപ്പ് പദ്ധതി തുടങ്ങിയ വിവിധ ഇനങ്ങളിലായി കഴിഞ്ഞ വർഷം കൈപ്പറ്റിയത് ഏതാണ്ട് 52,400 രൂപയാണ്. 28,000 രൂപ ക്ഷേമ പെൻഷൻ ഇനത്തിലും അദ്ദേഹം കൈപ്പറ്റിയിട്ടുണ്ട്. വസ്തുതകളല്ല പ്രതിപക്ഷം പറയുന്നത്, മാധ്യമ വാർത്തയാണ്, അത് അടിസ്ഥാനരഹിതമാണ് അദ്ദേഹം പറയുന്നുണ്ട്. മാത്രമല്ല നേരത്തെ 3 തവണ ആത്മഹത്യക്ക് ശ്രമം നടത്തിയ ആളാണ് അദ്ദേഹം. ആത്മഹത്യ ഉണ്ടാകാൻ പാടില്ലാത്തത് തന്നെയാണെന്നാണ് ഭരണപക്ഷം പറയുന്നത്. പക്ഷേ പറയുന്ന വസ്തുതകൾ ശരിയല്ല എന്ന് പ്രതിപക്ഷം മനസ്സിലാക്കണമെന്നാണ് ധനമന്ത്രി വ്യക്തമാക്കിയത്. ആത്മഹത്യാക്കുറിപ്പിന്റെ ആധികാരികത പരിശോധിക്കുന്നുണ്ട്. ആ വസ്തുതകൾ പുറത്തു വരട്ടെ എന്നാണ് ധനമന്ത്രി KN ബാലഗോപാൽ
വ്യക്തമാക്കിയത്. മാത്രമല്ല അദ്ദേഹം പെൻഷനുമായി ബന്ധപ്പെട്ട് കേരളം സ്വീകരിച്ച നിലപാടുകൾ ഇ.കെ. നായനാർ സർക്കാർ തുടങ്ങിയ കർഷക പെൻഷൻ അടക്കം വിശദീകരിച്ചാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. അതിനു പിന്നാലെയാണ് ഇതെല്ലാം തള്ളി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്തെത്തുന്നത്. ഇത്തരം കാര്യങ്ങളെല്ലാം അദ്ദേഹം തള്ളി എന്ന് മാത്രമല്ല അദ്ദേഹം രൂക്ഷമായ പ്രതികരണമാണ് ഈ വിഷയത്തിൽ നടത്തിയത്. ജോസഫ് ആത്മഹത്യ ചെയ്ത പെൻഷൻ കിട്ടാത്തത് കൊണ്ടല്ല എന്ന് ധനമന്ത്രി പറഞ്ഞത് എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചോദിച്ചത്. ഒരു വർഷം 28,000 രൂപ കിട്ടിയാൽ ഒരാൾക്ക് ജീവിക്കാനാകുമോ? പുറത്തിറങ്ങിയാൽ തന്നെ ഓട്ടോയ്ക്ക് അതിനേക്കാൾ കൂടുതൽ തുകയാകും എന്നാണ് അദ്ദേഹത്തിന്റെ വിമർശനം. നിയമസഭയിൽ ധനമന്ത്രി പറഞ്ഞത് പൂർണ്ണമായും തെറ്റായ കാര്യങ്ങളാണ്. സർക്കാരിനെതിരെ പറയുന്നവരെ ഉപദ്രവിക്കുകയാണ് ചെയ്യുന്നത്. ഒരു 86 വയസ്സുകാരി, അത് അടിമാലി സ്വദേശി മറിയക്കുട്ടിയെ ഉദ്ദേശിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പോഴും സൈബർ ഇടങ്ങളിൽ ആക്രമിക്കുകയാണ്. 5 മാസമായി പെൻഷൻ നൽകുന്നില്ല എന്ന കാര്യത്തിൽ അദ്ദേഹം ഉറച്ചു നിന്നു. മാത്രമല്ല ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 18 മാസത്തെ കുടിശ്ശിക എന്ന ഗീവൽസ്യൻ നുണ അത് പ്രചരിപ്പിക്കുകയാണ്. മാത്രമല്ല ഈ കാലാകാലങ്ങളിൽ പെൻഷൻ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. നേരത്തെയൊക്കെ ഭരണപക്ഷം ഉയർത്തുന്ന പ്രധാനപ്പെട്ട വാദങ്ങളിലൊന്ന് ഈ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചത് തങ്ങളാണ്, 1,600 രൂപയാക്കിയ തങ്ങളാണ് എന്നുള്ളതാണ് അവരുടെ വാദം. അതിനെ ഖണ്ഡിക്കുന്നത് അരിക്കിപ്പോൾ 60 രൂപയാണ്, നേരത്തെ 28 രൂപയായിരുന്നു. ജീവിത ചെലവ് വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ക്ഷേമ പെൻഷനിലും വർധനവ് സ്വാഭാവികമായി ഉണ്ടാകേണ്ടതാണ് എന്നാണ് പ്രതിപക്ഷം വിമർശിച്ചത്. ഈ സഭ തുടങ്ങുമ്പോൾ തന്നെ പ്ലക്കാർഡുകളുമായാണ് പ്രതിപക്ഷം സഭയിലേക്ക് എത്തിയത്. സർക്കാരിനെതിരെ ക്ഷേമ പെൻഷൻ വൈകുന്നതിൽ രൂക്ഷമായ പ്രതികരണങ്ങൾ ആ പ്ലക്കാർഡുകളിൽ ഉയർത്തിയിരുന്നു. അതിനുശേഷം സ്പീക്കർ ഈ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം നടുത്തളത്തിലേക്ക് ഇറങ്ങുകയും സ്പീക്കറുടെ ഡയസിന് മുന്നിൽ നിന്ന് ഈ പ്ലക്കാർഡുകൾ ഉയർത്തിക്കാട്ടി പ്രതിഷേധിക്കുകയും ചെയ്തു. ഏതാണ്ട് അരമണിക്കൂറോളം പ്രതിഷേധം തുടർന്നു. അതിനു പിന്നാലെ പ്രതിപക്ഷം സഭ വിട്ടിറങ്ങുകയായിരുന്നു. സഭ ബഹിഷ്കരിച്ച് പുറത്തിറങ്ങിയ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞത് പ്രധാനമായി ഇതുതന്നെയാണ്. സർക്കാരിൻ്റെ മുൻഗണന ഈ ക്ഷേമ പെൻഷൻ നൽകുന്നതിനല്ല, അല്ലെങ്കിൽ ഇത്തരം ക്ഷേമകാര്യങ്ങളിലല്ല സർക്കാരിൻ്റെ മുൻഗണന. സർക്കാരിന് ധൂർത്തിലാണ്, അഴിമതിയിലാണ്, നവകേരളം അല്ലെങ്കിൽ കേരളീയം പോലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നതിലാണ് സർക്കാരിന്റെ മുൻഗണന എന്ന വിമർശനമാണ് പ്രതിപക്ഷ നേതാവ് നടത്തിയത്. അടുത്ത ദിവസങ്ങളിൽ ഇതിന്റെ ബാക്കി അലയൊലികൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. രൂക്ഷമായിരുന്നു. അലക്സ് റാം മുഹമ്മദാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്. നമുക്ക് മറ്റു വാർത്തകളിലേക്ക്. ബജറ്റ് തീയതി മാറ്റണം എന്നാവശ്യപ്പെട്ട് കാര്യോപദേശക സമിതി യോഗത്തിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിൽ രൂക്ഷമായ വാക്പോര്. കെ പി സി സിയുടെ ജാഥ നടക്കുന്നത് കൊണ്ട് സർക്കാർ സഹകരിക്കണമെന്ന പ്രതിപക്ഷ നേതാവിന്റെ ആവശ്യം അറിയിച്ചതിന് പിന്നാലെയാണ് തർക്കം. നിങ്ങൾ വലിയ സഹകരണമാണല്ലോ തരുന്നതെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. ഫെബ്രുവരി 2 ബജറ്റ് മാറ്റണമെന്ന പ്രതിപക്ഷ ആവശ്യം തള്ളിയെങ്കിലും സഭാ സമ്മേളനം വെട്ടിച്ചുരുക്കി. ഫെബ്രുവരി 15 സമ്മേളനം അവസാനിക്കും. ബജറ്റ് ഫെബ്രുവരി 5 തന്നെ നടക്കും. 12 മുതൽ 15 വരെയാണ് ബജറ്റ് ചർച്ച. സലീം മാലിക് വിവരങ്ങൾ നൽകാനുണ്ട്. സലീം, ഈ ബജറ്റ് തീയതി മാറ്റണം എന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം എന്തുകൊണ്ടാണ് ഭരണപക്ഷം നിരാകരിച്ചത്? ഏത് സാഹചര്യത്തിലാണ് ഈ ബജറ്റ് തീയതി മാറ്റണം എന്ന് കാര്യോപദേശക സമിതി യോഗത്തിൽ പ്രതിപക്ഷം ഉന്നയിച്ചത്? മറ്റെന്തെല്ലാമാണ് അതിന്റെ വിശദാംശങ്ങൾ ഈ വാക്പോരിന്റെ? ഗോപി, നിയമസഭാ കാര്യോപദേശക സമിതി യോഗം ഇന്ന് ചേർന്ന ആ യോഗത്തിൽ ഒട്ടും സൗഹാർദ്ദപരമായ അന്തരീക്ഷത്തിലായിരുന്നില്ല പ്രതിപക്ഷ ഭരണപക്ഷ അംഗങ്ങളുടെ പ്രതിനിധികളുടെ ഇടപെടൽ ഉണ്ടായത്. ഇതിൽ ഈ ബജറ്റ് സമ്മേളനം, ഈ നിയമസഭാ സമ്മേളനം തന്നെ വെട്ടിച്ചുരുക്കണം എന്നുള്ളത് പ്രതിപക്ഷം നേരത്തെ ഉന്നയിച്ചിരുന്ന ഒരു ആവശ്യമാണ്. അത് ഭരണപക്ഷത്തിൻ്റെയും ആവശ്യമായിരുന്നു. അതുകൊണ്ട് അതിനുവേണ്ടിയായിരുന്നു ഈ കാര്യോപദേശക സമിതി യോഗം ചേർന്നത്. പക്ഷേ പ്രതിപക്ഷം ആവശ്യപ്പെട്ടത് 9-ാം തീയതി KPCCയുടെ ജാഥ, പ്രതിഷേധ ജാഥ, അത് കേരള സർക്കാരുകൾക്കെതിരായ ജാഥ കാസർഗോഡ് നിന്ന് ആരംഭിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സഭാ സമ്മേളനം വെട്ടിച്ചുരുക്കണം, ഒപ്പം ബജറ്റ് സമ്മേളനവും വെട്ടിച്ചുരുക്കണമെന്നാണ് ബജറ്റ് സമ്മേളനം നേരത്തെ ആക്കണമെന്നാണ് പറഞ്ഞത്. കാരണം ബജറ്റ് ഈ 2-ാം തീയതി അവതരിപ്പിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ബജറ്റിന്മേലുള്ള ചർച്ച 9-ാം തീയതിക്ക് മുൻപ് പൂർത്തീകരിക്കാൻ കഴിയൂ എന്നുള്ളതായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം. പ്രതിപക്ഷം ഈ ആവശ്യം ചൂണ്ടിക്കാണിച്ചത് മുൻപ് CPM-ന്റേതുൾപ്പെടെയുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പരിപാടികൾ ഇങ്ങനെ മുൻപ് നിശ്ചയിച്ചത് പ്രകാരം നടക്കുമ്പോഴൊക്കെയും ഇത്തരത്തിൽ നിയമസഭ വെട്ടിച്ചുരുക്കിയ മുൻ അനുഭവങ്ങളുണ്ട്. അതിന്റെ കൂടി പശ്ചാത്തലത്തിൽ ആ നിലയിലേക്ക് ഒരു തീരുമാനം എടുക്കണമെന്നാണ് പറഞ്ഞത്. മാത്രമല്ല CPIM ഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന LDF ഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന പരിപാടി, ആ പരിപാടിക്ക് വേണ്ടിയും സഭാ സമ്മേളനം ഒഴിവാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് KPCCയുടെ സമരത്തിനും അത്തരത്തിലുള്ള ഒരു സഹകരണം ഉണ്ടാകണമെന്നാണ് പറഞ്ഞത്. അതിനായിരുന്നു മുഖ്യമന്ത്രി വലിയ രൂക്ഷമായ ഭാഷയിൽ നിങ്ങൾ വലിയ സഹകരണമാണല്ലോ എന്നൊരു മറുപടി പറഞ്ഞത്. അതുകൊണ്ട് കൂടുതൽ സംസാരങ്ങൾ ആ നിലയിലുള്ളത് ഇങ്ങോട്ട് വേണ്ട എന്നുള്ളതായിരുന്നു മുഖ്യമന്ത്രിയുടെ ഒരു പ്രതികരണം. ഇതിനെതിരെ വളരെ ക്ഷുഭിതനായാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിച്ചത്. തിരിച്ചിങ്ങോട്ടും അങ്ങനെയൊന്നും പറയേണ്ടതില്ല, നിങ്ങൾ ഇഷ്ടമുള്ളതുപോലെ ചെയ്യൂ എന്നുള്ളതായിരുന്നു പ്രതിപക്ഷ നേതാവ് സ്വീകരിച്ചൊരു നിലപാട്. അതിനുശേഷം പ്രതിപക്ഷം ഈ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു. പക്ഷേ പ്രതിപക്ഷത്തിന്റെ കൂടി ആവശ്യം പരിഗണിച്ച് ഒപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി അടുത്തിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് സഭാ സമ്മേളനം വെട്ടിച്ചുരുക്കിയിരിക്കുന്നത്. ബജറ്റ് 5-ാം തീയതി തന്നെ നടത്തുമെങ്കിലും സഭാ സമ്മേളനം ഫെബ്രുവരി 15 വരെ മാത്രമേ ഉണ്ടാകൂ.
വോട്ട് ഓൺ അക്കൗണ്ട് ചേർന്ന് അതിനുശേഷം ഫെബ്രുവരി 15 തന്നെ ഈ സഭാ സമ്മേളനം അവസാനിപ്പിക്കും. 12, 13, 14, 15 ഈ 4 ദിവസങ്ങളിലായി ബജറ്റിന്മേലുള്ള ചർച്ചകളും നടക്കുമെന്നുള്ളതാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ആ നിലയിലുള്ളൊരു ക്രമീകരണവും എന്തായാലും ഉണ്ട്. പക്ഷേ അതിനിടയിലും ഇനിയുള്ള ദിവസങ്ങളിൽ അതിരൂക്ഷമായ വാക്പോരുകൾ നിയമസഭയിൽ ഉണ്ടാകുമെന്നുള്ളതിൻ്റെ ഒരു സൂചന ഇന്ന് തന്നെ ഉണ്ടാവുകയും ചെയ്തു. എന്തായാലും പ്രതിപക്ഷം ഈ സമരവുമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. 9-ാം തീയതിയിലുള്ള സമരം പക്ഷേ പ്രതിപക്ഷ നേതാവും ഒപ്പം KPCC അധ്യക്ഷനും ഒന്നിച്ചു നയിക്കുന്നു എന്നുള്ളതാണ് പ്ലാൻ പ്രകാരമുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ബജറ്റിന്മേലുള്ള ചർച്ച ആ ദിവസങ്ങളിൽ പ്രതിപക്ഷ നേതാവിന് ഈ പരിപാടിയിൽ പങ്കെടുക്കണമെങ്കിൽ ഉണ്ടാകാത്തൊരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഇനി KPCC ഈ പരിപാടി മാറ്റുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. കാരണം 15-ന് ശേഷമായി ഈ പരിപാടി മാറ്റിവെക്കുമോ എന്നുള്ളതിന്റെ കുറിച്ചുള്ള ആലോചനകൾ കൂടി കോൺഗ്രസ് നേതൃത്വം പരിശോധിക്കുന്നുണ്ട്. ശരി, സലിം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. വിലവർധനയ്ക്കെതിരെ നിയമസഭയിലേക്ക് കാലിക്കലവുമായി മഹിളാ കോൺഗ്രസിന്റെ പ്രതിഷേധം. സപ്ലൈകോയിൽ സാധനങ്ങളില്ല, അരി വില വർധന എന്നീ വിഷയങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം. പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ കയറി പ്രതിഷേധിച്ചു. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. യൂത്ത് കോൺഗ്രസ് വ്യാജ തെരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡ് കേസിൽ 6ാം പ്രതി ജെയ്സൺ കീഴടങ്ങി. കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചതിന് പിന്നാലെയാണ് തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയത്. കാസർഗോഡ് ഈസ്റ്റ് എളേരി മണ്ഡലം വൈസ് പ്രസിഡന്റാണ് ജെയ്സൺ. അഖിൽ ഷാ അൻസാർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകും. അഖിൽ ഷാ, എപ്പോഴാണ് ജെയ്സൺ കീഴടങ്ങിയത്? എന്താണ് അതിന്റെ വിവരങ്ങൾ? ഗോപികൃഷ്ണൻ, ഈ യൂത്ത് കോൺഗ്രസിനെ വലിയ പ്രതിസന്ധിയിലാക്കിയ ഒരു വിഷയമാണ് ഈ തിരഞ്ഞെടുപ്പ് കാർഡിന്റെ വ്യാജമായി ഉണ്ടാക്കി എന്നുള്ളത്. അതിൽ വലിയ വിവാദങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് പലരെയും ചില യൂത്ത് കോൺഗ്രസ് നേതാക്കളെ അടക്കം പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. ഇപ്പോൾ പിടിയിലായ 6ാം പ്രതി ജെയ്സൺ, ഈ ജെയ്സണാണ് പ്രധാനമായും ഈ തിരിച്ചറിയൽ കാർഡുകൾ ഉണ്ടാക്കിയെന്നുള്ളതാണ് പോലീസും നിലവിൽ വ്യക്തമാക്കുന്നത്. നേരത്തെ ഈ പോലീസ് ഇയാൾക്കായി ഒരു അന്വേഷണം ഒക്കെ നടത്തുന്നുണ്ടായിരുന്നു. നിലവിൽ ഇപ്പോൾ കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് ഉച്ചയോടുകൂടി തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഇയാൾ എത്തുകയും കീഴടങ്ങുകയും ചെയ്തത്. കോടതി നേരത്തെ തന്നെ നിർദ്ദേശിച്ച ഒരു കാര്യം അറസ്റ്റ് ചെയ്ത് വിട്ടയക്കണം എന്നുള്ളതാണ്. കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ജെയ്സൺ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ എത്തുന്നതും. എന്തായാലും നേരത്തെയും ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ചില ആളുകളെ പിടികൂടിയിരുന്നു. പ്രധാനമായും ഈ വ്യാജരേഖ ഉണ്ടാക്കാൻ ഉപയോഗിച്ച ആപ്പ് ഉണ്ടാക്കിയ വ്യക്തി അടക്കം ചില കോൺഗ്രസ് നേതാക്കളെ ഉൾപ്പെടെ നേരത്തെയും പിടികൂടിയിരുന്നു. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചതിന്റെ പശ്ചാത്തലത്തിൽ ഈ ജെയ്സണും ഇപ്പോൾ കീഴടങ്ങിയിരിക്കുന്നത്. അഖിൽ ഷാ അൻസാറാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് ജാതി സെൻസസ് സാധ്യമല്ലെന്ന് കേരളം സുപ്രീം കോടതിയിൽ. കേന്ദ്രം സമർപ്പിച്ച മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് സെൻസസ് നടത്തുക അപ്രായോഗികമായതിനാൽ കോടതി ഇലക്ഷൻ നടപടികൾ അവസാനിപ്പിക്കണമെന്നും സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നു. ജാതി സെൻസസ് നീക്കങ്ങൾക്ക് തുടക്കത്തിലെ സംസ്ഥാന സർക്കാരിന്റെ ചുമപ്പ് കാർഡ് മൈനോറിറ്റി ഇന്ത്യൻസ് പ്ലാനിംഗ് ആൻഡ് വിജിലൻസ് കമ്മീഷൻ ട്രസ്റ്റ് നൽകിയ കോടതിയലക്ഷ്യ ഹർജിയിലാണ് ചീഫ് സെക്രട്ടറിയുടെ നയം വ്യക്തമാക്കൽ. സാമൂഹികവും വിദ്യാഭ്യാസപരവുമായി പിന്നാക്കം നിൽക്കുന്നവരെ കണ്ടെത്തേണ്ടത് കേന്ദ്ര സർക്കാരാണ്. സംസ്ഥാനത്തിന് ഇക്കാര്യത്തിൽ ഒരു റോളുമില്ല. 102ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്നു കഴിഞ്ഞു. സംസ്ഥാനങ്ങളിൽ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായി പിന്നാക്കം നിൽക്കുന്നവരെ പ്രഖ്യാപിക്കാനുള്ള അധികാരം ഇതോടെ രാഷ്ട്രപതിക്ക് മാത്രമായി. സുപ്രീം കോടതിയും ഇത് ശരിവച്ചിട്ടുണ്ടെന്നും ചീഫ് സെക്രട്ടറി സത്യവാങ്മൂലത്തിൽ വിശദീകരിച്ചു. കേരളത്തിലെ സാമൂഹിക സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച് 2011 സെൻസസിന്റെ ഭാഗമായി കേന്ദ്രം ഡാറ്റ ശേഖരിച്ചിരുന്നു. കേന്ദ്രം വിവരശേഖരണം നടത്തിയ സാഹചര്യത്തിൽ പ്രത്യേകമായി സർവേ നടത്തേണ്ട എന്നായിരുന്നു കേരളത്തിന്റെ നിലപാട്. ഇക്കാര്യവും ചീഫ് സെക്രട്ടറി സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലം വ്യക്തമാക്കുന്നു. കേന്ദ്രം നൽകിയ റിപ്പോർട്ടനുസരിച്ച് കേരളത്തിലെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായി പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങളെ കണ്ടെത്തുക പ്രായോഗികമല്ലെന്നും സംസ്ഥാന സർക്കാർ കുറ്റപ്പെടുത്തുന്നു. സംവരണ പട്ടിക പരിഷ്കരിക്കാനുള്ള സാമൂഹിക സാമ്പത്തിക സർവേ പൂർത്തിയാക്കാൻ അനുവദിച്ച സമയപരിധി കഴിഞ്ഞ സാഹചര്യത്തിൽ സമർപ്പിച്ച ഹർജിയിലാണ് സംസ്ഥാനം നിലപാടറിയിച്ചത്. ആർ രാധാകൃഷ്ണൻ, 24, ഡൽഹി. തിരഞ്ഞെടുപ്പ് ഒരുക്കത്തിൽ പാർട്ടികൾ.
ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് പ്രധാനം വിജയസാധ്യത തന്നെയെന്ന് കേരള കോൺഗ്രസ് വർക്കിംഗ് ചെയർമാൻ പി.സി. തോമസ്. കോട്ടയത്ത് നിലവിൽ ഒരാളുടെ പേരും നിർദ്ദേശിച്ചിട്ടില്ല. എന്നാൽ പൊതുരംഗത്തുള്ളവർക്ക് സ്ഥാനാർത്ഥിയാകാനുള്ള ആഗ്രഹങ്ങൾ പറയാമെന്നും പി.സി. തോമസ് പറഞ്ഞു. UDF സ്ഥാനാർത്ഥിക്കായി പ്രവർത്തകർ ചുവരെഴുത്തും തുടങ്ങിയിട്ടുണ്ട്. കോട്ടയത്തിന് പുറമെ ഇടുക്കി സീറ്റിലും ശക്തമായ അവകാശവാദം ഉന്നയിക്കാനാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ തീരുമാനം. ആകെയുള്ള ഒരു സീറ്റിൽ സ്ഥാനാർത്ഥിയാകാൻ കേരള കോൺഗ്രസ് നേതാക്കൾ കച്ചമുറുക്കിയതോടെയാണ് വിജയസാധ്യത തന്നെയാണ് പ്രധാനമെന്ന് വർക്കിംഗ് ചെയർമാൻ പി.സി. തോമസിന്റെ പ്രതികരണം. പൊതുരംഗത്തുള്ളവർക്ക് ആഗ്രഹം പറയാം, എന്നാൽ മണ്ഡലത്തിലുള്ള ഇവരുടെ സ്വാധീനമടക്കം പരിഗണിച്ചാകും സ്ഥാനാർത്ഥി നിർണയം. നിലവിൽ ഒരാളുടെയും പേര് UDF-നോട് പറഞ്ഞിട്ടില്ലെന്നും പി.സി. തോമസ് 24-നോട് പറഞ്ഞു. രാഷ്ട്രീയ പാർട്ടികളിൽ നിൽക്കുന്നവർക്കും പൊതുരംഗത്ത് നിൽക്കുന്നവർക്കും പലപ്പോഴും അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ വരാം, പറഞ്ഞെന്നിരിക്കാം. അത് പക്ഷേ തീരുമാനമെടുക്കേണ്ടത് പാർട്ടിയാണ്. അപ്പം പാർട്ടിയും മുന്നണിയും തീരുമാനിക്കുന്ന മുറയ്ക്കാണ് അവസാനം സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് ഒരാൾ വരുന്നത്. അപ്പം വിജയസാധ്യത അതിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിനിടെ UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി മണ്ഡലത്തിൽ ചുവരെഴുത്ത് ആരംഭിച്ചു. സ്ഥാനാർത്ഥിയുടെ പേരില്ലാതെയാണ് കേരള കോൺഗ്രസ് പ്രവർത്തകരുടെ ചുവരെഴുത്ത്. സ്ഥാനാർത്ഥിയെ UDF എപ്പോൾ പ്രഖ്യാപിച്ചാലും തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന്റെ ആദ്യപടി എന്ന് പറയുന്നത് ചുവരെഴുത്താണ്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഏറ്റുമാനൂർ നിയമമണ്ഡലത്തിലെ വിവിധങ്ങളായ പ്രദേശങ്ങളിൽ ഇന്നു മുതൽ മതിലുകൾ ഉടമയുടെ അനുവാദത്തോടുകൂടി അവരുടെ കൺസെന്റോടുകൂടി തന്നെ വൈറ്റ് വാഷ് ചെയ്ത് നമ്മൾ സ്ഥാനാർത്ഥിയുടെ പേര് മാത്രം അവിടെ ഗ്യാപ്പ് ഇട്ടിട്ട് ബാക്കി ചുവരെഴുതി നമ്മളങ്ങ് പോവുകയാണ്. അതേസമയം കോട്ടയത്തിന് പുറമെ ഇടുക്കി സീറ്റിന് വേണ്ടിയും ശക്തമായ അവകാശവാദം ഉന്നയിക്കാനാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ തീരുമാനം. ആവശ്യം സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടെന്ന് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ജോസ് പാലത്തിനാൽ പറഞ്ഞു. ആകെയുള്ള ഒരു സീറ്റിൽ ആരെ സ്ഥാനാർത്ഥിയാക്കുമെന്ന ആശങ്കയിലാണ് ജോസഫ് വിഭാഗം. കൂടുതൽ സീറ്റ് ലഭിച്ചില്ലെങ്കിൽ ജോസ് കെ മാണി വിഭാഗത്തിലും ഇതേ പ്രതിസന്ധി ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. കോട്ടയത്ത് നിന്ന് ഷിബിൻ ബഷീറിനൊപ്പം ടോബി ജോൺസൺ, 24. കോട്ടയത്ത് ചുവരെഴുത്തിനെ ചൊല്ലി തർക്കം. UDF എഴുതിയ ചുവർ LDF മാറ്റി എഴുതി. തോമസ് ചാഴികാടൻ MP-യുടെ സഹോദരന്റെ പേരിലുള്ള സ്ഥലത്താണ് ജോസഫ് ഗ്രൂപ്പ് ചുമരെഴുതിയിരുന്നത്. ചുവര് മാറിപ്പോയി എന്നാണ് UDF നേതാക്കളുടെ വിശദീകരണം. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകാറുണ്ട്. ടോബി, ഈ UDF എഴുതിയ ചുവരെഴുത്ത് LDF മാറ്റി എഴുതിയിരിക്കുന്നു. ഇത് എന്താണ് ആ സ്ഥലത്തെ തർക്കം? പ്രധാനമായിട്ടും ഇത് പരിഹരിക്കപ്പെട്ടു കഴിഞ്ഞു? കോട്ടയത്ത് ചുവരെഴുത്തിനെ ചൊല്ലിയുള്ള തർക്കം നടക്കുകയാണ്. UDF എഴുതിയ ചുവർ എഴുത്ത് LDF മാറ്റി എഴുതിയിരിക്കുന്നു. തോമസ് ചാഴികാടൻ MP-യുടെ സഹോദരന്റെ പേരിലുള്ള സ്ഥലത്താണ് ജോസഫ് ഗ്രൂപ്പ് ചുമരെഴുതിയത്. ചുവര് മാറിപ്പോയി എന്നാണ് UDF നേതാക്കളുടെ വിശദീകരണം. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകാൻ ഉണ്ട്. ടോബി, കേൾക്കാമോ? ഈ ചുവരെഴുതുകയായിരുന്നു. ജോസഫ് ഗ്രൂപ്പിന്റെ ആളുകളാണ് ഈ ചുവര് എഴുതിയത്. എന്നാൽ ഇന്ന് രാവിലെയാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ ആളുകൾ, അതായത് LDF-ലുള്ള ആളുകൾ ഇതിനെതിരെ ഒരു വിമർശനവുമായി വന്നത്. അതായത് തോമസ് ചാഴിക്കാടൻ MP-യുടെ സഹോദരന്റെ പേരിലുള്ള ഒരു ചുവരാണ് അത്. അവിടെ എഴുതാനുള്ള അവകാശം തങ്ങൾക്കാണ്. അത് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് മായ്ക്കണമെന്ന് ജില്ലാ കളക്ടർക്ക് ഒരു പരാതിയും നൽകി. അങ്ങനെ ആ പരാതി നൽകിയതിന് തൊട്ടു പിന്നാലെയാണ് UDF പ്രവർത്തകരെത്തി ഇത് മായ്ച്ചത്. അതിനുശേഷം അവിടെ LDF-ന്റെ ആളുകൾ വന്ന് അവരുടെ ചുവരെഴുത്ത് നടത്തുകയായിരുന്നു. എന്തായാലും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, രണ്ടുപേർക്കും ആരാണ് സ്ഥാനാർത്ഥി എന്ന് ഈ ചുവരിൽ എഴുതാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ UDF-ൽ നടക്കുന്നുണ്ട്. നിരവധി ആളുകൾ, ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ളവർ സീറ്റ് ആഗ്രഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ തർക്കം നടക്കുന്നതിനിടയിലാണ് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് കാണിക്കാൻ വേണ്ടി ഈ ഒരു UDF-ന്റെ ഒരു ചുവര് എഴുതിയത്. പക്ഷെ അത് കൂടുതൽ വിവാദങ്ങളിലേക്ക് തന്നെ UDF-നെ അല്ലെങ്കിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തെ കൊണ്ടുപോയി എത്തിച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ചുവര് മാറിപ്പോയതാണ്. അതായത് തങ്ങൾക്ക് അനുമതി നൽകിയത് ഈ സ്ഥലത്തോട് ചേർന്നുള്ള മറ്റൊരു തൊട്ടടുത്തുള്ള ഒരു സ്ഥലത്ത് ചുവരെഴുതാനായിരുന്നു ഉടമ അനുമതി നൽകിയതെന്നാണ്. പക്ഷേ എഴുതിയപ്പോൾ ഇത് മാറിപ്പോയതാണ് എന്നാണ് UDF നേതാക്കൾ ഇപ്പോൾ വിശദീകരിച്ചിട്ടുള്ളത്. എന്തായാലും അവിടേക്ക് ചുവര് മാറ്റി എഴുതിയിട്ടുണ്ട്. തെറ്റി എഴുതിയ ചുവര് മായ്ച്ചു എന്നും അവർ പറഞ്ഞിട്ടുണ്ട്. അനുമതി ലഭിച്ചിട്ടുണ്ട് എന്ന് കാണിച്ചുകൊണ്ടുള്ള ചില തെളിവുകൾ, ചില എഗ്രിമെന്റിന്റെ രേഖകളും ഇപ്പോൾ UDF പ്രവർത്തകർ പുറത്തുവിട്ടിട്ടുണ്ട്. എന്തായാലും ചർച്ചകൾ ഒരു സ്ഥലത്ത് സ്ഥാനാർത്ഥി നിർണയവും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുമ്പോഴാണ് പ്രചരണ രംഗത്ത് ഇത്തരത്തിൽ രസകരമായിട്ടുള്ള ഒരു വിവാദം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഗോപി, ടോബി ജോൺസൺ ആണ് കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സഖ്യം അനിവാര്യമെന്ന് CPM സംസ്ഥാന ഘടകങ്ങൾ. ഒറ്റയ്ക്ക് നിന്നാൽ ജയസാധ്യതയില്ലാത്ത സ്ഥലങ്ങളിൽ സംഘപരിവാർ വിരുദ്ധ പാർട്ടികളുമായി സഖ്യം കൂടിയേ തീരുവെന്നാണ് ആവശ്യം. 3 ദിവസം നീണ്ടു നിൽക്കുന്ന കേന്ദ്ര കമ്മിറ്റി യോഗങ്ങൾ നാളെ സമാപിക്കും.
ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ തന്ത്രങ്ങളാണ് 3 ദിവസം നീളുന്ന യോഗത്തിന്റെ പ്രധാന അജണ്ട. ഒറ്റയ്ക്ക് ജയിക്കാൻ കഴിയാത്തിടങ്ങളിൽ BJP വിരുദ്ധ പാർട്ടികളുമായി സഖ്യമുണ്ടാക്കിയാൽ ജയിച്ചു വരാമെന്ന നിർദ്ദേശം മഹാരാഷ്ട്ര, രാജസ്ഥാൻ ഘടകങ്ങളാണ് മുന്നോട്ടുവച്ചത്. കർഷക സമരവും പ്രക്ഷോഭങ്ങളും സംഘടനാശക്തി കൂട്ടിയെങ്കിലും തിരഞ്ഞെടുപ്പ് ജയിക്കാൻ സഖ്യം കൂടിയേ തീരുവെന്നാണ് നിർദ്ദേശം. കേരളത്തിന്റെ ഡൽഹി സമരവും കേന്ദ്ര കമ്മിറ്റിയിൽ ചർച്ചയായി. ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി റിപ്പോർട്ട് അവതരിപ്പിച്ചു. പ്രാദേശിക കക്ഷികളുമായി കൂട്ടുചേർന്ന് ലോക്സഭാ സീറ്റുകളുടെ എണ്ണം കൂട്ടണമെന്നാണ് തീരുമാനം. കേന്ദ്ര കമ്മിറ്റിയിലെ വിശദമായ ചർച്ചകൾക്ക് ശേഷമാകും അന്തിമ തീരുമാനം. 24 തിരുവനന്തപുരം. ഇന്ന് സംഭവിച്ച പ്രധാനപ്പെട്ട വാർത്തകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി മാർക്കറ്റ് വ്യൂവിന്റെ സമയമാണ്. കൃഷ്ണ ചെറിയാൻ ചേരുന്നു. ഗുഡ് ഈവനിംഗ്. മാർക്കറ്റ് വ്യൂവിന്റെ ക്ലോസിംഗ് ബെല്ലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം ഹെഡ്ലൈൻസ്. ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 1241 പോയിന്റ് കൂടി. നിഫ്റ്റി 21,750 തിരിച്ചെത്തി. പുത്തൻ റെക്കോർഡ് കുറിച്ച് റിലയൻസ് ഇൻഡസ്ട്രീസ് ഓഹരികൾ. ടാറ്റ മോട്ടോഴ്സ് ഓഹരികൾക്ക് 3.5% ലാഭം. ഫ്ലിപ്കാർട്ട് ബോർഡിൽ നിന്ന് പടിയിറങ്ങിയ സഹസ്ഥാപകൻ ബിന്നി ബൻസാൽ ഫോൺപേ ബോർഡിൽ തുടരും. ഫ്ലിപ്കാർട്ട് ബോർഡിൽ നിന്ന് പിന്മാറാനുള്ള തീരുമാനം സ്ഥാപനത്തിലെ ശേഷിക്കുന്ന ഓഹരികൾ വിറ്റ് മാസങ്ങൾക്ക് ശേഷം. രാജ്യത്തെ 75 ജില്ലകളിൽ ഡിജിറ്റൽ ബാങ്കിംഗ് യൂണിറ്റുകൾ സ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാർ. ബജറ്റിൽ പ്രഖ്യാപനമുണ്ടായേക്കും. 100% കടലാസ് രഹിതമായ ഓഫീസുകൾ. ഡിജിറ്റൽ സാമ്പത്തിക സാക്ഷരത ഉറപ്പാക്കും. ആഴ്ചയിൽ 7 ദിവസവും പണം നിക്ഷേപിക്കാനും പിൻവലിക്കാനും സൗകര്യം. ബജറ്റിൽ വനിതാ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കാനും പ്രഖ്യാപനങ്ങളുണ്ടാകുമെന്ന് സൂചന. ഇന്ത്യയിലേക്ക് നിർണായക മരുന്നുകൾ ഇറക്കുമതി ചെയ്യാൻ അസ്ട്രാസെനേക അർബുദ, ആസ്മ മരുന്നുകൾ ഉൾപ്പെടെ ഇറക്കുമതി ചെയ്യും. ഇന്ത്യയിൽ നടത്തുന്നത് 50 ക്ലിനിക്കൽ പരീക്ഷണങ്ങൾ. സുസ്ഥിരവും തുല്യവുമായ ആരോഗ്യ പരിരക്ഷ പ്രോത്സാഹിപ്പിക്കൽ പരിഗണിച്ച് വില നിർണ്ണയിക്കുമെന്ന് കമ്പനി. സ്മാർട്ട് വാച്ച് വിപണിയിൽ നിന്ന് പിൻവാങ്ങാൻ അമേരിക്കൻ ലൈഫ് സ്റ്റൈൽ ബ്രാൻഡ് ഫോസിൽ. ഗൂഗിൾ വെയർ ഓപ്പറേറ്റിംഗ് സംവിധാനമുള്ള Gen 6 സ്മാർട്ട് വാച്ചുകൾക്ക് അപ്ഡേറ്റ് നൽകുന്നത് തുടരും. കമ്പനിയുടെ പ്രധാന സെഗ്മെന്റുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നീക്കുമെന്ന് ഫോസിൽ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് ജെഫ് ബോയർ. സാമ്പത്തിക ലോകത്ത് നിന്ന് മറ്റ് വാർത്തകളുമുണ്ട്. ജർമ്മനിയിൽ ജോലി ചെയ്യുന്നവർക്കും ജോലി തേടുന്നവർക്കും ഒക്കെ ഒരു സന്തോഷ വാർത്ത വരുന്നുണ്ട്. ആഴ്ചയിൽ 4 ദിവസം മാത്രം ജോലി ചെയ്താൽ മതിയെന്നൊരു പരീക്ഷണത്തിലേക്ക് കടക്കുകയാണ് ജർമ്മനി. 4 ദിവസം ജോലി അല്ലെങ്കിൽ 4-day വർക്ക് വീക്ക് എന്ന പരീക്ഷണത്തിലേക്കാണ് ജർമ്മൻ സമ്പദ് വ്യവസ്ഥ പോകുന്നത്. മന്ദഗതിയിലായ സമ്പദ് വ്യവസ്ഥയെ പുനരുജ്ജീവിപ്പിക്കലാണ് ലക്ഷ്യം. 6 മാസത്തേക്കുള്ള ഈ ഒരു പരീക്ഷണം ഫെബ്രുവരി 1 തുടങ്ങും. 45 കമ്പനികളാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ ഈ ഒരു വർക്ക് ഷെഡ്യൂളിനെ, അതായത് 7 ദിവസമുള്ള ആഴ്ചയിൽ 4 ദിവസം ജോലി എന്ന് പറയുന്ന വർക്ക് ഷെഡ്യൂൾ, 2 വീക്കെൻഡിന് പുറമെ 1 ദിവസം ശമ്പളത്തോടുകൂടി അവധി എന്നാണ് അവർ ഈ പരീക്ഷണത്തിലേക്ക് പോകുന്നത്. ജോലി സമയത്തെ ചൊല്ലി സമ്പന്ന രാഷ്ട്രങ്ങളുമായി ഇന്ത്യക്ക് മത്സരിക്കണമെങ്കിൽ യുവാക്കൾ ആഴ്ചയിൽ 70 മണിക്കൂർ ജോലി ചെയ്യണമെന്ന് ഇൻഫോസിസ് സ്ഥാപകനായ NR നാരായണമൂർത്തി പറഞ്ഞിരുന്നു. ഇത് വിവാദമായിരുന്നു. അതിനുശേഷം ആഴ്ചയിൽ 3 ദിവസമായി ജോലി സമയം കുറച്ചുകൊണ്ട് ബിൽ ഗേറ്റ്സ് മുന്നോട്ട് വന്നിരുന്നു. US, കാനഡ മുതലായ രാജ്യങ്ങളിലൊക്കെ ഇതേ ജോലി വ്യവസ്ഥ, 4 ദിവസം ജോലി എന്ന് പറയുന്ന ആ വ്യവസ്ഥയിലേക്ക് മാറിയതോടുകൂടി പല കമ്പനികളും ലാഭമുണ്ടാക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. അതേപോലെ തന്നെ ക്രിപ്റ്റോ കറൻസികൾ ഉൾപ്പെടുന്ന തട്ടിപ്പുകളുടെ എണ്ണം കൂടി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ആരോടും പരാതി പറയാൻ ഉപഭോക്താക്കൾക്ക് സാധിക്കുന്നില്ല. ക്രിപ്റ്റോ നയം വരണമെന്ന ഒരു ആവശ്യമുണ്ട്. ഈ ബജറ്റിൽ അതുമായി ബന്ധപ്പെട്ട ചില പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് കരുതാം. ഇനി മാർക്കറ്റ് ക്ലോസിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ 21,737 ദേശീയ ഓഹരി വിപണി അഥവാ നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. 385 പോയിന്റ് ഉയർന്നാണ് നിഫ്റ്റിയുടെ ക്ലോസിംഗ്. ഇന്ന് ബാങ്ക്, ഫിനാൻഷ്യൽ സെക്ടർ ഓഹരികൾ വലിയ നേട്ടമുണ്ടാക്കിയാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ഇനി സെൻസെക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ 70,700 എന്ന് പറയുന്ന കഴിഞ്ഞ ആഴ്ചത്തെ ക്ലോസിംഗ് മാറി ഇപ്പോൾ 71,941, 1,240 പോയിന്റാണ് ഇവിടെ ഉയർന്നിരിക്കുന്നത്. നമുക്ക് ഒരു അതിഥിയുണ്ട്. ശ്രീ പ്രിൻസ് ജോർജ് ആണ്, MD DBFS. ശ്രീ പ്രിൻസ് ജോർജ്, വെരി ഗുഡ് ഈവനിങ് എന്ന് പറയാവുന്ന ഒരു ദിവസമാണ് കടന്നു പോകുന്നത് ഓഹരി വിപണിയിൽ. വിപണികൾ വലിയ തിളക്കത്തിലായിരുന്നു. ബാങ്കുകൾ അതിന് നേതൃത്വം നൽകി. ഈ പറയുന്നത് പോലെ ബീഹാറിലെ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം, വരാൻ പോകുന്ന ബജറ്റ്, US ഫെഡറൽ റിസർവിന്റെ പോളിസി വരാനിരിക്കുന്നു. ഇതൊക്കെ ഈ ആഴ്ച വിപണിയെ സ്വാധീനിക്കുമല്ലോ. ഇന്നത്തെ ഒരു ക്ലോസിംഗിന്റെ അനാലിസിസ് എങ്ങനെയാണ്? വളരെ വളരെ നിർണായകമായിട്ടുള്ള ഒരു വീക്കാണ് സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം. കാരണം ഈ 2 ഇവന്റുകൾ, ഇപ്പോൾ നേരത്തെ താങ്കൾ സൂചിപ്പിച്ച 2 ഇവന്റുകൾ, FOMC മീറ്റിംഗും അതേപോലെ തന്നെ ഇൻട്രീം ബജറ്റും ഫെബ്രുവരി 1 വരുന്നതും, അതിനോടൊപ്പം ഒരു പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ബീഹാറിലെ ഒരു സിറ്റുവേഷൻ, പൊളിറ്റിക്കൽ സിറ്റുവേഷൻ്റെ ഒരു അനാലിസിസ് കൂടെ വന്നപ്പോൾ മാർക്കറ്റ് വളരെ എക്സൈറ്റഡ് ആണ്. അതാണ് ഇന്ന് ഇൻഡെക്സുകൾ സൂചിപ്പിക്കുന്നത്. റിലയൻസ്,
അദാനി ഗ്രൂപ്പ് സ്റ്റോക്കുകൾ, പല ബാങ്കിങ് ഓഹരികൾ, ഇതൊക്കെ വളരെ എക്സൈറ്റഡ് ആയിട്ട് വളരെ 5-6% കണ്ടൊക്കെയാണ് മാർക്കറ്റിൽ നിന്ന് മൂവ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും അടുത്ത ദിവസങ്ങൾ വോളറ്റൈൽ ആയിരിക്കും, ഒരു സംശയവുമില്ല. ഇന്നിപ്പോൾ ഒരു എക്കണോമിക് സർവേ റിപ്പോർട്ട് സാധാരണ രീതിയിൽ ബജറ്റിന് മുന്നിൽ ഫുൾ ബജറ്റ് ആണെങ്കിൽ ഗവൺമെന്റ് പുറത്തുവിടാറുണ്ട്, ഫിനാൻസ് മിനിസ്ട്രി. പക്ഷേ ഇന്നിപ്പോൾ അതിന് പകരമായിട്ട് ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട്. ആ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് നമുക്ക് 7% ഗ്രോത്ത് ഉണ്ടാകും. നേരത്തെ പ്രൊഡിക്റ്റ് ചെയ്തിരുന്ന വേൾഡ് ബാങ്ക് ഒക്കെ പറഞ്ഞിരുന്ന 6.2% ഗ്രോത്തിനെ ബീറ്റ് ചെയ്യുന്ന ഒരു ഗ്രോത്ത് ആയിരിക്കും. അതേപോലെ തന്നെ 2027 കൂടി നമ്മളൊരു $5 ട്രില്യൺ എക്കണോമി ആയിട്ട് മാറും, 3rd ലാർജസ്റ്റ് എക്കണോമി ആകും എന്നൊക്കെയുള്ള കറക്റ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റുകളാണ് വരുന്നത്. അപ്പം ഇത്തരത്തിലുള്ള എക്സൈറ്റ്മെന്റിന്റെ കൂട്ടത്തിൽ നമുക്ക് ഗ്രോത്ത് ഉണ്ട്, എക്കണോമി മുന്നോട്ട് പോകുന്നു എന്നൊക്കെ ഉള്ളത് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. അതാണ് മാർക്കറ്റ് റിഫ്ലക്ട് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു മൊമെന്റം ഇതേ രീതിയിൽ തന്നെ അടുത്ത 2-3 ദിവസം നിൽക്കുമോ എന്ന് ചോദിച്ചാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. സാധാരണ രീതിയിൽ വോളറ്റൈൽ ആയിരിക്കും മാർക്കറ്റ്. കാര്യം മാർക്കറ്റിൽ ബൗട്ട്സ് ഓഫ് ബൈയിങ്ങും സെല്ലിങ്ങും ഉണ്ട്. ഇന്നത്തെ റാലിയുടെ ഒരു കാരണം ഇതൊരു പുതിയ F&O എക്സ്പയറി സ്റ്റാർട്ട് ചെയ്തു എന്ന് മാത്രമല്ല, നമ്മളെ സംബന്ധിച്ചുള്ള FIS ഫോറിനേഴ്സ് കുറച്ച് ഷോർട്ടാണ് മാർക്കറ്റിൽ. അതായത് മാർക്കറ്റിൽ അവർ സെല്ല് ചെയ്ത് കിടക്കുകയാണെന്നുള്ള ന്യൂസുകളും ഇന്ന് രാവിലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ എല്ലാം കൂടെ ഒരു കോമ്പിനേഷൻ കൊണ്ടാണ് ഇന്നത്തെ തരത്തിലുള്ള റാലി ഉണ്ടായത്. നാളെയും മാർക്കറ്റ് പോസിറ്റീവായിട്ടൊക്കെ തന്നെ വരാം, പക്ഷേ ഇന്നത്തെ പോലത്തെ റാലി നാളെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ ഒക്കത്തില്ല. ശരി, താങ്ക് യു ശ്രീ പ്രിൻസ് ജോർജ്. എന്തായാലും സാമ്പത്തിക ലോകത്ത് നിന്ന് എക്സൈറ്റിംഗ് ആയിട്ടുള്ള വാർത്തകൾ വരുന്നുണ്ട്. നല്ല ഫലങ്ങൾ, നല്ല മാക്രോ എക്കണോമിക് സൂചകങ്ങളൊക്കെ രാജ്യത്തുണ്ട്. വളർച്ചയും നല്ല രീതിയിൽ വരും. 7% ഗ്രോത്ത് എന്ന് തന്നെയാണ് ഇന്ന് വരുന്ന റിപ്പോർട്ടും പറയുന്നത്. മാർക്കറ്റ് വ്യൂവിന്റെ ക്ലോസിംഗ് ബെൽ ഇവിടെ പൂർണ്ണമാവുകയാണ്. നാളെ രാവിലെ 9:30 കാണാം. ഇനി ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം ഇന്ന് സംഭവിച്ചത് തുടരും. നമസ്കാരം. കാടിറങ്ങുന്ന ഭീതി. വയനാട് പുൽപ്പള്ളിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ വിദ്യാർത്ഥിക്ക് പരിക്ക്. വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങുന്നതിനിടെ ആനയുടെ മുന്നിൽപ്പെടുകയായിരുന്നു. കുട്ടിയെ ആന 2 തവണ തുമ്പിക്കൈ കൊണ്ട് വലിച്ചെറിഞ്ഞു. രക്ഷപ്പെട്ട സുഹൃത്തുക്കളാണ് കോളനിക്കാരെ വിവരം അറിയിച്ചത്. വീട്ടുകാർ നടത്തിയ തിരച്ചിലിൽ ഗുരുതര പരിക്കേറ്റ നിലയിൽ ശരത്തിനെ കണ്ടെത്തുകയായിരുന്നു. ഈ ആന നേരെ ഞങ്ങൾ ചെറിയൊരു ഒച്ചപ്പാടുണ്ടാക്കി. അപ്പം ആന ക്രോസ് ഇങ്ങനെ കടന്നിട്ട് അതിൻ്റെ ഇത് കുമ്പില്ലേ അതിലിങ്ങനെ തള്ളിയിട്ടിട്ട് അവനെ കൊണ്ട് പോയി അവിടെ നിന്ന് കൊള്ളുന്ന അപ്പുറം കൊണ്ടിട്ടെ. എന്നിട്ട് ലാസ്റ്റ് അനിയൻ എന്നോട് വന്ന് പറഞ്ഞു, എടാ ഇങ്ങനെ സംഭവം. അപ്പോൾ ലാസ്റ്റ് ഞാൻ അനിയന് പോയി അവനെ പൊക്കിയെടുത്തിട്ട് വന്നു. ആനെ കൊണ്ടുവന്ന് വെള്ളം കുടിപ്പിച്ചൊക്കെയാണ് ഇവന്മാരെ എനിക്കിട്ട് തല്ലിയത്. ഗുരുതര പരിക്കേറ്റ 14-കാരൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലാണ്. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങൾ നൽകാനുണ്ട്. സുർജിത്ത്, ഇതെങ്ങനെയാണ് ഈ സംഭവം നടന്നത്? ഈ കുട്ടിയുടെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയുണ്ട്? ഗോപി, പുൽപ്പള്ളി പാക്കം കരേരിക്കുന്ന് ആദിവാസി കോളനിയിലെ വിജയൻ കമലാക്ഷി ദമ്പതികളുടെ 14 വയസ്സുള്ള മകൻ ശരത്തിനാണ് പരിക്കേറ്റത്. ഇന്നലെ രാത്രി 8 മണിയോടുകൂടി പുഴമൂല കോളനിയിലെ ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് സുഹൃത്തുക്കൾക്കൊപ്പം വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. ഇതിനിടയിലാണ് ആനയുടെ മുന്നിൽ ഈ കുട്ടി എത്തിയത്. കുട്ടിയെ ആന 2 തവണ തുമ്പിക്കൈ കൊണ്ട് എടുത്ത് വലിച്ചു കുടഞ്ഞെറിഞ്ഞു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ഇതിനിടയിൽ സംഭവത്തിനിടെ ഓടി രക്ഷപ്പെട്ട സുഹൃത്തുക്കളാണ് വിവരം കോളനിയിലുള്ളവരെ അറിയിച്ചത്. കോളനിയിലുള്ള നാട്ടുകാരും അതോടൊപ്പം തന്നെ ബന്ധുക്കളും എല്ലാം ചേർന്ന് നടത്തിയ തെരച്ചിലിൽ ശരത്തിനെ കണ്ടെത്തുകയായിരുന്നു. ഗുരുതര പരിക്ക് ശരീരത്തിന് ഏറ്റിട്ടുണ്ട്. ആദ്യം പുൽപ്പള്ളിയിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. പക്ഷേ അല്പം ഗുരുതരാവസ്ഥയായതിനാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അപകടാവസ്ഥ തുടരുന്നു എന്നുള്ള തരത്തിലുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നു. ശരത്ത് പുൽപ്പള്ളി വിജയ ഹൈസ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ആ മേഖലയിൽ പൊതുവെ കാട്ടാനകളുടെ ശല്യമുള്ള പ്രദേശമാണ്. കഴിഞ്ഞ ദിവസം ചേകാടി എന്ന് പറയുന്ന പുൽപ്പള്ളിക്ക് അടുത്തുള്ള പ്രദേശത്ത് ബൈക്ക് യാത്രികർക്ക് നേരെ കാട്ടാന പാഞ്ഞെടുക്കുന്ന ഒരു ദൃശ്യം പുറത്തു വന്നിരുന്നു. അതിന് സമാനമായ രീതിയിൽ തന്നെ ഇടയ്ക്കിടെ കാട്ടാനയും മറ്റു വന്യമൃഗങ്ങളും ഇറങ്ങുന്ന പ്രദേശമാണ്. പുൽപ്പള്ളിക്കടുത്ത് മുള്ളംകൊല്ലി സീതാമൗണ്ടിൽ കഴിഞ്ഞ ദിവസം കടുവ എത്തിയിരുന്നു. ഇത്തരത്തിൽ വന്യമൃഗങ്ങൾ തുടർച്ചയായി ശല്യമുണ്ടാക്കുന്ന ആ ഒരു പ്രദേശത്താണ് ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചിരിക്കുന്നത്. ഗോപി. ശരി, സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്. കാസർഗോഡ് ബദിയൊടുക്കയിൽ യുവാവിന്റെ ഭീഷണിയെ തുടർന്ന് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച 15-കാരി മരിച്ചു. സംഭവത്തിൽ മൊഗ്രാൽ സ്വദേശി അൻവറിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് യുവാവ് പെൺകുട്ടിയെ പരിചയപ്പെട്ടത്. ബന്ധം ഉപേക്ഷിച്ചാൽ പിതാവിനെ കൊലപ്പെടുത്തുമെന്നായിരുന്നു ഭീഷണി. സ്കൂളിൽ പോകുമ്പോൾ പെൺകുട്ടിക്ക് നിരന്തര ശല്യവുമുണ്ടായി. സാമൂഹ്യ മാധ്യമങ്ങളിൽ ചിത്രങ്ങൾ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും പിതാവിനെ കൊല്ലുമെന്ന് ഭീഷണിയുണ്ടായി എന്നും ബന്ധുക്കൾ 24-നോട് പറഞ്ഞു. നിരന്തരമായി ശല്യം ചെയ്യുന്നുണ്ട്. പിന്നെ നാട്ടിൽ വന്നിട്ട് ശല്യം ചെയ്യാൻ വേണ്ടി തുടങ്ങിയത് കൊണ്ട് മനപ്രയാസം കാരണം അദ്ദേഹം ഇങ്ങനെ ചെയ്തിട്ടുണ്ട്.
ശല്യം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഫോൺ മുഖാന്തരം ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പല നിലക്കുള്ള ശല്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. കാസർഗോഡ് നിന്ന് അരുൺ പൂപ്പറമ്പ വിവരങ്ങൾ നൽകാനുണ്ട്. അരുൺ, ഇത് ഏത് തരത്തിലാണ് യുവാവ് ശല്യപ്പെടുത്തിയിരുന്നത് എന്നാണ് നാട്ടുകാർ പറയുന്നത്? 15-കാരി ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു നേരത്തെ, അത് ഇപ്പോൾ മരണം സംഭവിച്ചിരിക്കുന്നു. എന്താണ് നാട്ടുകാർ പറയുന്നത്? ബന്ധുക്കൾ എന്താണ് പറയുന്നത്? ഗോപികൃഷ്ണൻ ഇൻസ്റ്റഗ്രാം വഴിയാണ് ഈ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായിട്ടുള്ള ഈ ബദിയടുക്ക സ്വദേശി ഈ മൊഗ്രാൽ സ്വദേശിയായിട്ടുള്ള അൻവറിനെ പരിചയപ്പെടുന്നത്. അതിനുശേഷം അവർ അടുപ്പത്തിലാകുന്നു. ഇത് ബന്ധുക്കൾ അറിഞ്ഞതിന് ശേഷം ബന്ധുക്കൾ ഈ ബന്ധത്തിൽ എതിർക്കുന്നു. അങ്ങനെയാണ് ഈ ബന്ധം ഉപേക്ഷിക്കണമെന്ന് ആ ബന്ധുക്കൾ ഈ പെൺകുട്ടിയോട് ആവശ്യപ്പെടുന്നത്. അതുപ്രകാരം ഈ പെൺകുട്ടി ആ ബന്ധം ഉപേക്ഷിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അന്ന് മുതൽ ഈ പെൺകുട്ടി അനുഭവിച്ചിരുന്നത് വലിയ ഭീഷണിയാണ്. അത് ഫോണിലൂടെ, അതോടൊപ്പം തന്നെ സ്കൂളിൽ പോകുന്ന വഴി, ആ സ്കൂളിൽ നിന്ന് തിരിച്ചു വരുന്ന ഘട്ടത്തിലൊക്കെ ഈ അൻവറിൻ്റെ മറ്റൊരു സുഹൃത്തും ചേർന്ന് പല രീതിയിലുള്ള ഭീഷണി മുഴക്കി. അത് പിന്നീട് ഈ സോഷ്യൽ മീഡിയ വഴി ചിത്രങ്ങൾ പ്രചരിപ്പിക്കുമെന്നും ആ പിതാവിനെ കൊലപ്പെടുത്തുമെന്ന രീതിയിൽ ഉൾപ്പെടെ ആ ഭീഷണി ഉണ്ടായി. അങ്ങനെ അതിൽ മനംനൊന്താണ് ഈ വിദ്യാർത്ഥി ആത്മഹത്യക്ക് ശ്രമിക്കുകയും പിന്നീട് ഇന്ന് പുലർച്ചെ മരണം സംഭവിക്കുകയും ചെയ്തത്. ഇതിൽ ഏറ്റവും നിർണായകമായത് ഈ ആത്മഹത്യക്ക് ശ്രമിച്ച് മംഗളൂരു ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ പോലീസ് ഈ പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ആ മൊഴിയിൽ കൃത്യമായി തന്നെ നടന്ന കാര്യങ്ങൾ, ആത്മഹത്യയിലേക്ക് നയിച്ചിട്ടുള്ള കാരണത്തെ സംബന്ധിച്ച് വിശദമായിട്ട് തന്നെ മൊഴി നൽകിയിട്ടുണ്ട്. അത് മരണമൊഴിയായി പോലീസ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അത് അൻവറിനെ കുറിച്ചാണ്. അൻവർ ഏത് രീതിയിലൊക്കെ ഭീഷണിപ്പെടുത്തിയെന്ന് സംബന്ധിച്ച് ഈ പെൺകുട്ടി മൊഴി നൽകി. അത് പ്രകാരമാണ് അൻവറിനെയും അതോടൊപ്പം മറ്റൊരു സുഹൃത്ത്, ഈ സഹായിയായിട്ടുള്ള മറ്റൊരു സാഹിൽ എന്ന് പറയുന്ന ഒരു സുഹൃത്തിനെയും പോലീസ് അറസ്റ്റ് ചെയ്തത്. എന്തായാലും ഏറെ ദൗർഭാഗ്യവും ദാരുണവുമായിട്ടുള്ളൊരു സംഭവമാണ്. കൂടുതൽ ഈ സോഷ്യൽ മീഡിയ വഴിയുള്ള ഇത്തരം അതിക്രമങ്ങൾ അല്ലെങ്കിൽ ഇത്തരം കുറ്റകൃത്യങ്ങളിൽ നമ്മൾ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുകയാണ് ഈ സംഭവം. ശരി, അരുൺ പൂപ്പറമ്പ കാസർഗോഡ് നിന്ന്. ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കാൻ ഒരുങ്ങി ഉത്തരാഖണ്ഡ്. ഫെബ്രുവരി 2-ന് സമിതി കരട് റിപ്പോർട്ട് സർക്കാരിന് കൈമാറും. ബില്ല് പാസാക്കാൻ അടുത്ത മാസം 5-ന് പ്രത്യേക സമ്മേളനം ചേരും. അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ ബില്ല് പാസാക്കുമെന്ന് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി അറിയിച്ചു. അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. അച്യുതൻ, ഈ ഉത്തരാഖണ്ഡിൽ ഈ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കാൻ വേണ്ടിയുള്ള എന്തൊക്കെ തയ്യാറെടുപ്പുകളിലേക്കാണ് ഈ BJP സർക്കാർ കടന്നിരിക്കുന്നത്? ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചാണ് ഇപ്പോൾ ഉത്തരാഖണ്ഡ് സർക്കാർ നീങ്ങുന്നത്. ഇതിന്റെ ഭാഗമായി തന്നെയാണ് ഈ നേരത്തെ 2022-ൽ ഈ ഏകീകൃത സിവിൽ കോഡുമായി ബന്ധപ്പെട്ടുള്ള ഇതിന്റെ നടപടികൾക്ക് തുടക്കം കുറിക്കുകയും തുടർന്ന് ഒരു സമിതിയെ രൂപീകരിച്ചിരുന്നു. ജസ്റ്റിസ് രഞ്ജന ദേശായിയുടെ നേതൃത്വത്തിലുള്ള സമിതിയാണ് ഇതിനായി ഉത്തരാഖണ്ഡ് സർക്കാർ നിയോഗിച്ചിരുന്നത്. അവര് ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടത്തി ഇപ്പോൾ കരട് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുകയാണ്. ഈ റിപ്പോർട്ട് ഫെബ്രുവരി 2-ന് സമിതി സർക്കാരിന് കൈമാറുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇത് കൈമാറിയുടൻ സർക്കാർ ഇത് വിശദമായി പരിശോധിച്ച ശേഷം നിയമസഭയിലേക്ക് കൊണ്ടുവരാനാണ് ലക്ഷ്യമിടുന്നത്. ഇതിനായി ഫെബ്രുവരി 5-ന് ഒരു ഏകദിനമായിട്ടുള്ള ഒരു പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കാനാണ് സർക്കാർ ഒരുങ്ങുന്നത്. ആ സമ്മേളനത്തിൽ ഈ ബില്ല് അവതരിപ്പിക്കുകയും ചർച്ചകൾക്ക് വിധേയമാക്കിയ ശേഷം ബില്ല് പാസാക്കാനുമുള്ള ഒരു നീക്കത്തിലേക്കാണ് സർക്കാർ കടന്നിരിക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി അറിയിച്ചിരിക്കുന്നത് ഈ നിയമം ഉത്തരാഖണ്ഡിൽ കൊണ്ടുവരും. നേരത്തെ തന്നെ സർക്കാർ ജനങ്ങൾക്ക് വാഗ്ദാനം കൂടി നൽകിയ ഒന്നുകൂടിയാണ് ഈ ഏകീകൃത സിവിൽ കോഡ് എന്നുള്ളതാണ്. എന്തായാലും അച്യുതൻ ആണ് വിവരങ്ങൾ നൽകിയത്. ഉത്തരാഖണ്ഡിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കാൻ വേണ്ടിയുള്ള നടപടികളിലേക്ക് സംസ്ഥാന BJP സർക്കാർ കടന്നിരിക്കുന്നു. അതിന്റെ വിശദാംശങ്ങളാണ് അച്യുതൻ നൽകി. ഇന്ന് സംഭവിച്ച പ്രധാനപ്പെട്ട വാർത്തകളാണ് നമ്മൾ കണ്ടത്. ഇനി ഏറ്റവും പുതിയ വാർത്തകൾ എന്തൊക്കെയാണ് വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം. ഇപ്പോൾ കിട്ടിയതുമായി ഗൂഗിൾ രവി പ്രേക്ഷകർക്കൊപ്പം ചേരും ഉടൻ.